ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രയോറിറ്റീസ് കൂടി ഹിസ്റ്ററിയെ സ്വാധീനിക്കുന്ന കാലമാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഹിസ്റ്റോറിയൻസ് ചാലഞ്ചസ് നേരിടുന്നുണ്ടോ? കഴിഞ്ഞ വർഷം തോന്നുന്നു ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഹൗ കെൻ യു സേ ജസ്റ്റ് ശിവാജി, ഛത്രപതി ശിവാജി മഹാരാജ് എന്ന് എല്ലാ തവണ അങ്ങനെ പറയണം. അവിടെ ഉള്ള ഒരു രീതി തല്ലും ഇതാണോ എന്നൊക്കെ ഹെഡ് ഏക്ക്. ഞാൻ വളർന്ന സ്ഥലമാണ്, സോ ഐ ഡോ വോണ്ട് ട്രബിൾ, ഐ മേഡ് ദം ഡിലീറ്റ്. ഒരു വീക്കിന്റെ ഗ്യാപ്പിനകത്ത് ഐ വാസ് കോൾഡ് ബോത്ത് പ്രോ BJP ആൻഡ് പ്രോ ലെഫ്റ്റ്. റെബൽ സുൽത്താൻസ് പറഞ്ഞ പുസ്തകം എഴുതിയത് ആ സമയത്ത് ദാറ്റ്സ് ഓൾസോ ബിക്കോസ് ഞാനും ഈ ലോകത്തിലെ ജീവിക്കുന്നത്. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ സമയത്ത് ദർ വാസ് എ ലോട്ട് ഓഫ് ലിഞ്ചിങ്സ് ഓഫ് മുസ്ലിംസ്, ഒരു ടാർഗറ്റിംഗ് ഓഫ് മൈനോറിറ്റീസ്, ആ ഒരു പ്രോസസ് നടക്കുന്ന സമയമാണ്. ഞാനൊരു ആക്ടിവിസ്റ്റ് അല്ല. ഐ എം നോട്ട് സംബഡി ഹു കൻ സ്റ്റാൻഡ് ദെയർ ആൻഡ് ഷൗട്ട് സ്ലോഗൻസ് ഓർ ട്വീറ്റ് കോൺസ്റ്റന്റ്ലി അബൌട്ട് ദീസ് തിങ്സ്. അങ്ങനെ പൊളിറ്റിക്കലി എനിക്കത് ഈസിലി വരത്തില്ല. ഇറ്റ് മേക്സ് സെൻസ് മേ ബി ഫോർ മീ പേഴ്സണലി ഈ ഒരു ക്ലൈമറ്റിൽ ടു ഹൈലൈറ്റ് എ സർട്ടൻ ആസ്പെക്ട് ഓഫ് ആർ ഇസ്ലാമിക് ഹിസ്റ്ററി വിത്ത് ഓൾ ഷെയ്ഡ്സ് ഓഫ് ഇറ്റ്. അത് നല്ലതും കാണും മോശവും കാണും, പക്ഷേ ദാറ്റ് ഈസ് മൈ വേ ഓഫ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പബ്ലിക് ഡിസ്കോഴ്സ് എന്നുള്ള രീതിയിലാണ് ആ പുസ്തകം. സാവർക്കർ ഇപ്പോൾ ഓഫ് ലേറ്റ്ലി ഇന്ത്യൻ ചരിത്രത്തിലേക്ക് ഒരു റിട്ടേൺ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ശരിക്കും ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു റിലവൻസ് ഉള്ള ക്യാരക്ടറാണോ? ഈ ഹിന്ദുത്വ അതിന്റെ എൻഡ്യൂറിംഗ് ഫോമിൽ ഡിഫൈൻ ചെയ്ത ആള് സാവർക്കറാണ്. സാവർക്കറെ വളർത്തിയതിൽ ബ്രിട്ടീഷുകാർക്ക് പങ്കുണ്ടോ? ഉണ്ട്, ഓഫ് കോഴ്സ്. He was a complex figure, very polarizing, controversial figure. ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് വന്ന ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു what would be the status of Muslims in this country, and he actually said in that interview, I think, the status of blacks in America. രാജവംശത്തിലെയാണ്, ഞാൻ തമ്പുരാട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ തമ്പുരാനാണെന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതൊരു അശ്ലീലമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഇപ്പോഴും കുനിഞ്ഞു നിന്ന് തിരുമേനി തമ്പുരാൻ തിരുമനസ് എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റമും കൂടെ ഉണ്ട്. ലീഗലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോഴും കേരളത്തിൽ പ്രിൻസസ് ഉണ്ട്, ലീഗലി സ്പീക്കിംഗ്. കവടിയാറിലിരിക്കുന്ന ഇപ്പോഴത്തെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ബാംഗ്ലൂരിലിരിക്കുന്ന 3-4 വ്യക്തികളുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും കേരള സർക്കാരിൽ നിന്ന് അലവൻസ് കിട്ടും പ്രിൻസസ് ആയിട്ട്. സോ ഇൻ ദാറ്റ് സെൻസ് ലീഗലി ഐ സപ്പോസ് ദേ ആർ സ്റ്റിൽ പ്രിൻസസസ്. രാജാക്കന്മാർ, യുദ്ധങ്ങൾ, തീയതികൾ, ഇതൊക്കെ അറിഞ്ഞാൽ നമുക്കും ചരിത്രമറിയാമെന്നൊരു പൊതുധാരണയുണ്ട്. എന്നാൽ ചരിത്രം മറച്ചുവെക്കുകയോ പൂട്ടിവെക്കുകയോ ആരോ മറന്ന കത്തിലൊളിക്കുകയോ ചെയ്താൽ എങ്ങനെ നാം യാഥാർത്ഥ്യമറിയും? അവിടെയാണ് ഒരു ചരിത്രകാരന്റെ, പര്യവേക്ഷകന്റെ മനസ്സുള്ള എഴുത്തുകാരന്റെ റോൾ. ഈ ദൗത്യമേറ്റെടുത്ത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കഥ നാഷണൽ ബെസ്റ്റ് സെല്ലറാക്കി മാറ്റിയ, ഡെക്കാണിന്റെയും ഹിന്ദു സ്വത്വത്തിന്റെയും കഥകൾ പിന്നാലെ പറഞ്ഞ യുവ എഴുത്തുകാരൻ മനു എസ് പിള്ള. മനു, ഐവറി ത്രോൺ എന്ന ആദ്യത്തെ പുസ്തകം ഇറങ്ങിയിട്ട് ഇപ്പം 10 വർഷമായി. ജീവിതം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എങ്ങനെയാണ് മാറിയിട്ടുള്ളത്? ചരിത്ര രചന എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ഫുൾ ടൈം ജോബായിട്ട് സ്വീകരിക്കാൻ പറ്റിയ ഒന്നാണ്. അതെല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിനകത്ത് ലക്ക് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എന്ന് വെച്ചാൽ ഒരു പുസ്തകം എഴുതുക മാത്രമല്ല, അത് ആൾക്കാർ വായിക്കണം, അതിന് അത്രയും സെയിൽസ് കാണണം. യു ഷുഡ് ബി ഏബിൾ ടു ഏൺ എൻ ഇൻകം ഫ്രോം ഇറ്റ്. ആൾക്കാർക്ക് താല്പര്യം തോന്നി യു ഷുഡ് ബി ഏബിൾ ടു പുൾ ഓഫ് ദാറ്റ് സക്സസ് വിത്ത് സബ്സിക്വൻറ്റ് ബുക്സ്. എന്നാലേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു കരിയറാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇറ്റ്സ് വർക്ക്ഡ് ഔട്ട് ഫോർ മീ ഇൻ മെനി വേസ്. അത് പുസ്തകം എഴുതിയ സമയത്ത് ഈ ഒറ്റ പുസ്തകം എഴുതണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാനിങ്ങനെ റൈറ്റർ ആവുന്നോ ഹിസ്റ്റോറിയൻ ആവുന്നോ അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇട്ടിട്ടല്ല. ദാറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ലൈഫ് ഇസ് ഓഫൻ അബൌട്ട് ദീസ് ഇൻട്രസ്റ്റിംഗ് ആക്സിഡൻറ്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈനിലേക്ക് പോയി. ആൻഡ് ഇറ്റ്സ് ബീൻ എ പ്രൊഡക്റ്റീവ് റിവാർഡിംഗ് ജേർണി. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എഴുതുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇൻ മെനി വേസ് സർട്ടൻ മെച്ചോറിറ്റീസ് ഹാവ് ഷോൺ അപ്പ് ആസ് വെൽ. 25 വയസ്സിൽ എഴുതുന്ന പോലെ അല്ലല്ലോ 35 വയസ്സിൽ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് ബീൻ ഓവറോൾ എ വെരി റിവാർഡിംഗ് ജേർണി. ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് മനു എങ്ങനെയാണ് എഴുതുന്നത്, അത് എങ്ങനെയാണ് ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്, അത് എങ്ങനെയാണ് എഴുതുന്നത്. അപ്പം റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഇപ്പോൾ ആർക്കൈവ്സിലോട്ട് പോകുന്നത് ഒരു വിഷയം കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ഓപ്പൺ ഹാൻഡഡ് ആയിട്ട് പോവുകയാണോ, അതോ ഒരു വിഷയം മനസ്സിൽ വെച്ചുകൊണ്ട് അതിലെ കൂടുതൽ വിവരം അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്? എന്താണ് മനുവിൻ്റെ ഒരു റൈറ്റിംഗ്? നമുക്കൊരു വിഷയത്തിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ കാണും. ഇതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ, ഈ ഒരു സബ്ജക്റ്റിനുള്ളിൽ ഈ ഒരു പ്രത്യേക ഏരിയയിൽ ഐ തിങ്ക് ദർ സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു ബി ഡൺ എന്നുള്ള ഒരു ഊഹം കാണും. അതിൻ്റെ ബേസിസാണ് നമ്മൾ ആർക്കൈവ്സിൽ പോയി തപ്പി തുടങ്ങുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോൾ ചിലപ്പം തുടങ്ങുന്ന സ്ഥലത്തല്ലായിരിക്കും പുസ്തകം അവസാനം എൻഡ് ചെയ്യുന്നത്. കാരണം ഇൻ ദ പ്രോസസ് ഓഫ് റീസർച്ച് അതിന് ചില മാറ്റങ്ങൾ വരും, യു വിൽ ഗെറ്റ് ന്യൂ ഐഡിയാസ്, അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ യൂഷ്വലി ഇപ്പോൾ എൻ്റെ തലയിലാണെങ്കിൽ ഒരു 3-4 പുസ്തകത്തിൻ്റെ ഐഡിയാസ് ഓൾറെഡി ബാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് എൻ്റെ ലാപ്ടോപ്പിലൊക്കെ അതിൻ്റെ ഔട്ട്ലൈൻസ് അല്ലെങ്കിൽ നോട്ട്സ് എഴുതി ഓൾറെഡി വെച്ചിട്ടുണ്ട്. ദിസ് വുഡ് ബി എൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് ഐഡിയ, ഓർ ദാറ്റ് വുഡ് ബി എൻ ഇൻട്രസ്റ്റിംഗ് തിങ് ടു വർക്ക് ഓൺ. ഇത് കുറച്ച് നീണ്ട പ്രോജക്റ്റ് ആയപ്പോൾ ഇതൊരു ചെറിയ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന പോലെ ഐ ഹവ് കെപ്റ്റ് എ റെക്കോർഡ് ഓഫ് തിങ്സ് ഐ കുഡ് പൊട്ടൻഷ്യലി വർക്ക് ഓൺ. പക്ഷേ
ആ ഒരു സമയത്ത് നമുക്ക് തോന്നുന്നതേ നമുക്ക് അൾട്ടിമേറ്റ്ലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകം വന്നത് അത് ഞാൻ 2011 എൻ്റെ മാസ്റ്റേഴ്സ് തീസിസ് ആയിരുന്നു അതിൻ്റെ ഒരു ന്യൂക്ലിയസ്. ആ സമയത്താണ് 21 വയസ്സിലുള്ളപ്പോൾ മാസ്റ്റേഴ്സ് തീസിസ് 15,000 വേർഡ്സിൻ്റെ വലിയൊരു പ്രോജക്റ്റ് ഒന്നുമല്ല. പക്ഷേ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് സ്ട്രക്ക് മീ ദാറ്റ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. പിന്നെ ഓവർ ദ നെക്സ്റ്റ് ഇറ്റ്സ് 13 years ഓഫ് സോ ഒരുപാട് ഇങ്ങനെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തു. അതിനിടെ വേറെ പുസ്തകങ്ങൾ എഴുതി. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എന്നിട്ട് അവസാനം 2024 പബ്ലിഷ് ആയത്. സോ 2011 തുടങ്ങിയ മാസ്റ്റേഴ്സ് തീസിസ് ഒരു പുസ്തക രൂപത്തിൽ ആ സെയിം ടോപ്പിക് വരുന്നത് 13 വർഷത്തിന് ശേഷമാണ്. അതിനിടെ ഐ ഡിഡ് അതർ പ്രോജക്ട്സ്. ഈ പുസ്തകം എഴുതിയപ്പോഴും ആദ്യം അതിൻ്റെ ഒരു പാതി ഭാഗം കോവിഡ് സമയത്ത് എഴുതി, പിന്നെ അതിനെ നീക്കി വെച്ചു. പിന്നെ ഫോൾസ് അലൈസ് എന്ന് പറഞ്ഞ് വേറെ ഒരു പുസ്തകം എഴുതി തീർത്തു. പിന്നെ എൻ്റെ PhD ചെയ്തു. പിന്നെ റെസറക്റ്റ് ചെയ്തിട്ടാണ് ഈ പുസ്തകം തീർത്തത്. സോ സംടൈംസ് എനിക്ക് മൾട്ടിപ്പിൾ ഐഡിയാസ് വിൽ ബി ദയർ. അത് പല പല സ്റ്റേജസിലായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കും. ആൻഡ് ദെൻ വാട്ട് എവർ വർക്ക്സ് ഔട്ട് അറ്റ് എ സർട്ടൻ ജങ്ക്ചർ അതിൻ്റെ പുറയിലാണ് പിന്നെ ഫുൾ എനർജി പോകുന്നത്. ഇപ്പോൾ ഒരു വിഷയം സെലക്ട് ചെയ്തു, ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. അപ്പം എന്താണ് മനുവിൻ്റെ മനസ്സിലെ കൺസിഡറേഷൻ? ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിൽ കണ്ടിട്ട് സെല്ലബിൾ ആയിട്ടുള്ള ഒരു കാര്യം എഴുതുകയാണോ, അതോ വാട്ട് എവർ ഐ റൈറ്റ് ദേ ഷുഡ് റീഡ് എന്നുള്ള മനോഭാവമാണോ? അല്ല, അങ്ങനെയില്ല. എനിക്ക് താല്പര്യം തോന്നണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരുപാട് ആൾക്കാർ പറയും ഇതെന്താ എഴുതാത്ത അല്ലെങ്കിൽ അതെന്താ എഴുതാത്ത. ഇപ്പം എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എഴുതാൻ പോകുന്നില്ല. ബിക്കോസ് ദെൻ യു ആർ നോട്ട് ഏബിൾ ടു ബ്രിങ് ദാറ്റ് കമ്മിറ്റ്മെന്റ് ടു ഇറ്റ്. പബ്ലിഷേഴ്സ് ഓഫൻ പ്രഷർ ഇടും. അപ്പം ഇഫ് യു ഡു എ സക്സസ്ഫുൾ ബുക്ക്, നമ്മുടെ എക്സിസ്റ്റിംഗ് പബ്ലിഷേഴ്സ് മാത്രമല്ല മറ്റ് പബ്ലിഷേഴ്സ് ഇമെയിൽസ് എഴുതി തുടങ്ങും, ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉണ്ട്, ആ ഒരു ഐഡിയ ഉണ്ട്, ഇത് 12 months ചെയ്തെടുക്കാം. സോ യു ടു ഓൾസോ റെസിസ്റ്റ് ദാറ്റ് ലിറ്റിൽ ബിറ്റ്. കാരണം പബ്ലിഷേഴ്സിൻ്റെ പ്രഷറിൽ ചുമ്മാ ഒരു പുസ്തകം വിറ്റുപോകാൻ വേണ്ടി എഴുതിയിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു താല്പര്യം തോന്നിയില്ലെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ടു ആക്ച്വലി വെഞ്ചർ ഇൻ ടു എ പ്രോജക്റ്റ്. അപ്പം എനിക്കെപ്പോഴും അങ്ങനെയാണ്. ഐ ഹാവ് ടു ഹാവ് എ ബേസിക് ഇൻട്രസ്റ്റ് ഇൻ എ ടോപ്പിക്, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. അകത്തുനിന്ന് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഇറ്റ് ടേക്സ് എ സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ടൈം. അത് വേറെ ഒരാളുടെ പ്രോജക്റ്റിന് ചെയ്തിട്ട് കാര്യമില്ല. സോ യു ഹാവ് ടു റിയലി ഫീൽ ഇൻവെസ്റ്റഡ് ഇൻ ദി ഐഡിയ. പിന്നെ ഉള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പേർപ്പസ് അതിന് കാണണം. ഇപ്പോൾ ഐവറി ത്രോൺ അതിൻ്റെതായ ഒരു പെർട്ടിക്കുലർ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, വിച്ച് വാസ് എ ഫൊഗോട്ടൺ ഫീമെയിൽ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ. അവരെ തിരിച്ച് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് ത്രൂ ദാറ്റ് ഡൂയിങ് എ റിവിഷനിസ്റ്റ് ഹിസ്റ്ററി എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. ദാറ്റ് ടുക്ക് 6 years ഓഫ് മൈ ലൈഫ്. റെബൽ സുൽത്താൻസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആ സമയത്ത് ദാറ്റ്സ് ഓൾസോ ബിക്കോസ് ഞാനും ഈ ലോകത്തിലെ ജീവിക്കുന്നത്. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് ദർ വാസ് എ ലോട്ട് ഓഫ് ലിഞ്ചിങ്സ് ഓഫ് മുസ്ലിംസ്, ഒരു ടാർഗറ്റിംഗ് ഓഫ് മൈനോറിറ്റീസ്, ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയമാണ് പോസ്റ്റ് 2014. അപ്പോൾ ആ സമയത്ത് ഐ തോട്ട് ലുക്ക്, ഞാനൊരു ആക്ടിവിസ്റ്റ് അല്ല. ഐ എം നോട്ട് സംബഡി ഹൂ കൻ സ്റ്റാൻഡ് ദെയർ ആൻഡ് ഷൗട്ട് സ്ലോഗൻസ് ഓർ ട്വീറ്റ് കോൺസ്റ്റന്റ്ലി അബൌട്ട് ദീസ് തിങ്സ്. അങ്ങനെ പൊളിറ്റിക്കലി എനിക്കത് ഈസിലി വരത്തില്ല. എൻ്റെ ഇൻട്രസ്റ്റ് ഇസ് ഹിസ്റ്ററി. അപ്പം ഞാൻ വളർന്നത് മഹാരാഷ്ട്രയിലാണ്. എൻ്റെ മഹാരാഷ്ട്രയിൽ ഗ്രോയിങ് അപ്പ് ടെക്സ്റ്റ് ബുക്സിൻ്റെ ചില ഭാഗത്തൊക്കെ അവിടുത്തെ ഇസ്ലാമിക് ഹിസ്റ്ററിയെ പറ്റി ഒരു ഊഹം നമുക്ക് അഗൈൻ കിട്ടും. പക്ഷേ അതിനെപ്പറ്റി അങ്ങനെ വലിയ പുസ്തകങ്ങളൊന്നും കണ്ടതായിട്ട് ഓർമ്മയില്ലായിരുന്നു, ആൾക്കാർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ. സോ ഐ തോട്ട് ആക്ച്വലി ദിസ് ഇസ് ദ വേ മേ ബി ഐ കൻ കോൺട്രിബ്യൂട്ട്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. കാരണം ഞാൻ മഹാരാഷ്ട്രയിൽ വളർന്ന സ്ഥലത്തിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അധികം ആൾക്കാർ അതിനെപ്പറ്റി എഴുതിയിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. പ്ലസ് ദ ടൈമിംഗ് ഇസ് സച്ച് ദറ്റ് ഇറ്റ് മേക്സ് സെൻസ് മേ ബി ഫോർ മീ പേഴ്സണലി ഈ ഒരു ക്ലൈമറ്റിൽ ടു ഹൈലൈറ്റ് എ സർട്ടൻ ആസ്പെക്ട് ഓഫ് ആർ ഇസ്ലാമിക് ഹിസ്റ്ററി വിത്ത് ഓൾ ഷെയ്ഡ്സ് ഓഫ് ഇറ്റ്. അത് നല്ലതും കാണും മോശവും കാണും. പക്ഷേ ദാറ്റ് ഇസ് മൈ വേ ഓഫ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പബ്ലിക് ഡിസ്കോഴ്സ് എന്നുള്ള രീതിയിലാണ് ആ പുസ്തകം വന്നത്. ചിലപ്പം പേഴ്സണൽ ആയിട്ടുള്ള ചാലഞ്ചസ് വിൽ ഓൾസോ ട്രിഗർ സംതിങ്. എൻ്റെ അച്ഛൻ മരിച്ച വർഷമാണ് 3ാമത്തെ പുസ്തകം വന്നത്. ബിക്കോസ് ഐ തിങ്ക് ഇൻ ദാറ്റ് ഇയർ ഐ നീഡഡ് എൻ ആങ്കർ. എന്തെങ്കിലും ഐ നീഡഡ് ടു ബി ബിസി. അപ്പോൾ അച്ഛൻ ജാനുവരിയിൽ മരിച്ചു. ആ പുസ്തകം ഐ തിങ്ക് ജൂണിലോ ജൂലൈയിലാണ് വന്നത്. ആൻഡ് ദാറ്റ് വാസ് എ സീരീസ് ഓഫ് എസ്സേസ് ദാറ്റ് ഹാഡ് റിട്ടൺ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അതിനെ ഒരു വോള്യൂമിലേക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് അത്. ഇറ്റ് കെയിം ബിക്കോസ് ഐ ഫെൽറ്റ് അറ്റ് ദാറ്റ് ടൈം ഐ നീഡഡ് ടു ഡു സംതിങ്. അപ്പം വലിയൊരു പുസ്തകം എഴുതാനുള്ള ഒരു ബ്രെയിൻ വേവ്, ഒരു സ്പേസ് ഇല്ല, മൈൻഡ് സ്പേസ് ഇല്ലായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ വോണ്ടഡ് ടു കീപ് ബിസി, ഐ വോണ്ടഡ് ടു ഡു സംതിങ്. അപ്പോൾ ആ സമയത്ത് ആ പുസ്തകം എഴുതി. അപ്പോൾ അങ്ങനെയാണ് ഓരോ പുസ്തകത്തിനും സംടൈംസ് ദ ട്രിഗേഴ്സ് ക്യാൻ ബി വെരി ഡിഫറെൻറ്റ്. വെൻ യു തിങ്ക് അബൌട്ട് റൈറ്റിംഗ് എ ബുക്ക്, ആ ഒരു പ്രൈമറി തോട്ട് പ്രോസസ്സിനകത്ത് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് പുസ്തകത്തിന്റെ സെല്ലബിലിറ്റി ഒരു വിഷയമായിട്ട് മാറാറുണ്ടോ? അതൊരു പ്രാക്ടിക്കൽ കൺസിഡറേഷൻ വരും. ഇൻ ദ സെൻസ് ദാറ്റ് ഒന്നാമത് ഇൻക്രീസിംഗ്ലി ഐ റിയലൈസ്ഡ് ഒരുപാട് നീളമുള്ള പുസ്തകം എഴുതി അത് അബദ്ധമാണ്. കാരണം അതിൻ്റെ ഫിസിക്കലി അതിൻ്റെ പ്രൈസ് കൂടും. എൻ്റെ ഇന്ത്യയിൽ ആൾക്കാർ ഇപ്പം എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകം ആണെങ്കിലും ഓൾമോസ്റ്റ് 1,000 rupees, 999 ആണ് അതിൻ്റെ ഹാർഡ് ബാക്കിൻ്റെ വില. അന്ന് മുതലേ എൻ്റെ ഒരുപാട് റീഡേഴ്സ് യങ് റീഡേഴ്സാണ്, കോളേജ് കുട്ടികളൊക്കെയാണ്. അവർക്ക് ഈ എസ്പെഷ്യലി ബോംബെയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും കുഴപ്പം വരത്തില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ സ്മോളർ ടൗൺസിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് 1,000 rupees ഒരു പുസ്തകത്തെ സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ആൻഡ് ദേ ആർ മൈ കോ റീഡേഴ്സ്. അപ്പോൾ ഐ ഹാഡ് ടു ഫൈറ്റ് വിത്ത് മൈ പബ്ലിഷർ, എങ്ങനെയെങ്കിലും ഇതിൻ്റെ വില കുറയ്ക്കും. പക്ഷേ 999 അവർക്ക് വെക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് പ്രൊഡക്ഷൻ കോസ്റ്റ്സ് ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ കുറേ കൂടെ നീളം ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബീൻ 1,200 rupees. അപ്പോൾ പിന്നെ ആർക്കും വാങ്ങിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു ഫാക്ടർ വരും അതിനകത്ത്. സെക്കൻഡ്ലി, ഞാനെപ്പോഴും എഴുതുമ്പോൾ ഐ ഓൾവേസ്
അവസാനത്തെ എഡിറ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഫ്രം ദ റീഡേഴ്സ് പെർസ്പെക്ടീവ് സെയിങ് റീഡറിന് വായിച്ച് താല്പര്യം തോന്നിയാലേ ഈ പുസ്തകം വർക്ക് ചെയ്യുള്ളൂ. ഐ വിൽ ബി വെരി കൺവിൻസ്ഡ് വിത്ത് മൈ റൈറ്റിംഗ്, പക്ഷേ ഐ ഹാവ് ടു തിങ്ക് ഫ്രം ദ റീഡേഴ്സ് പെർസ്പെക്ടീവ്. അവിടെ സെലബിലിറ്റി ഇൻ ദാറ്റ് സെൻസ് വിൽ കം ഇൻ സെയിങ് ദാറ്റ് റീഡർ ഹാസ് ടു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്. സോ ഐ ഹാവ് ടു കീപ് മേക്കിംഗ് ഈച്ച് പേജ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദെം സോ ദേ കീപ് ഫ്ലിപ്പിംഗ് ദ പേജസ്. അത് അങ്ങനെയൊക്കെ ചില പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ് വരും. പക്ഷേ അതിനപ്പുറത്തോട്ട് പ്യോർലി കമേഴ്ഷ്യൽ ടേംസിൽ ആലോചിക്കത്തില്ല. പ്യോർലി കമേഴ്ഷ്യൽ ആയിരുന്നെങ്കിൽ നമ്മൾ വല്ല എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് വേറെ ഒരു തൊഴിലിലേക്ക് പോകത്തില്ലായിരുന്നു. പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പബ്ലിഷർ ഉണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്. ഈ ലിറ്റററി ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ റോൾ എന്താണ് അതിൻ്റെ അകത്ത്? ലിറ്റററി ഏജന്റിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ പബ്ലിഷേഴ്സിന് പുറകെ നടക്കണ്ട. രണ്ടാമത്, എഴുത്തുകാർക്ക് പൊതുവെ ഇപ്പം ഈ കോൺട്രാക്ച്വൽ നെഗോസിയേഷൻസിൽ അത്രയും ബുദ്ധി കാണത്തില്ല. കാരണം നമ്മൾ എഴുത്ത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇരിക്കുന്നത്. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ നെഗോസിയേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്മോൾ പ്രിന്റ്. ഇപ്പം എൻ്റെ ആദ്യത്തെ കോൺട്രാക്ട്സിലൊക്കെ എനിക്കന്ന് വിവരമില്ലല്ലോ, ഞാനും 20-something year old പ്രായമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കോൺട്രാക്റ്റിനകത്ത് ഇപ്പം എൻ്റെ ബുക്കിനെ വെച്ചൊരു സിനിമ ഉണ്ടാക്കിയ അതിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് പബ്ലിഷറിനും പോകും. അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഐ കുഡ് പുഷ് ബാക്ക് ആൻഡ് സേ നോ, ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ പബ്ലിഷർ ആൻഡ് സംബഡി മേക്കിംഗ് എ മൂവി ഔട്ട് ഓഫ് ദിസ്. പക്ഷേ ഇന്ന് ആ ബുദ്ധി ഉണ്ട്. പക്ഷെ അതൊക്കെ ഏജൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് വേണ്ടി. ആൻഡ് അതുകൊണ്ട് ദേ ബ്രിങ് യു ദ ബെസ്റ്റ് പോസിബിൾ ഡീൽ വിത്ത് ദ ബെസ്റ്റ് പോസിബിൾ ടേംസ് ആൻഡ് ദ ബെസ്റ്റ് പോസിബിൾ അഡ്വാൻസ്. നമ്മൾ ഓരോ പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്ത് ആസ് ദേ ബിക്കം സക്സസ്ഫുൾ ഓർ യു റിമെയിൻ സക്സസ്ഫുൾ, നമ്മുടെ അഡ്വാൻസിൻ്റെ എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും. കാരണം നോർമലി പറ്റുന്നത് ഇപ്പോൾ ഒരു ബുക്ക് എഴുതിയാൽ അതിൻ്റെ സെയിൽസിൻ്റെ ഒരു ഭാഗം റോയൽറ്റി ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ റോയൽറ്റീസിന് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത് കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് 1 ലക്ഷം രൂപയാണ്. പക്ഷേ ഇപ്പം 10 വർഷം കഴിയുമ്പം ഇറ്റ്സ് മച്ച് 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 ഹയർ ദാൻ ദാറ്റ്. അതും ഏജൻസ് നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഐവറി ത്രോൺ ബുക്കിനെ പറ്റി പറഞ്ഞു കേട്ടുള്ള ഒരു കഥ, ഇറ്റ് ബിഗാൻ ബൈ യു ചേസിങ് എ റൂമർ ഇൻ യുവർ ഫാമിലി ദാറ്റ് സംതിങ് ഈസ് റിലേറ്റഡ് ടു ദ ട്രാവൻകൂർ കോർട്ട് എന്നുള്ളത്. അപ്പോൾ ഒരു റൂമർ എന്നുള്ളത് ഒരു ഹിസ്റ്റോറിയനെ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. റൂമർ അല്ല, അത് കൂടുതലും ഈ ഒരു കക്ഷിയെ പറ്റി കണ്ടുപിടിച്ചു, സേതു ലക്ഷ്മി ബായ് ഓഫ് ട്രാവൻകോ. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ദറ്റ് ഇങ്ങനെ രാജ്യം ഭരിച്ചിരുന്ന ഒരാൾ, അതൊരു ഫീമെയിൽ ഭരണക്കാരി, ഷീ ഹാഡ് ടു ലീവ്, കൊട്ടാരം വിട്ടു, രാജ്യം വിട്ടു, ആൻഡ് എങ്ങാണ്ട് പോയി വേറെ ഒരു നാട്ടിൽ ആരുടെയോ ഒരു അമ്മൂമ്മ എന്നുള്ള രീതിയിൽ വളരെ ഒരു നോർമലായിട്ടൊരു രീതിയിൽ ജീവിച്ചിട്ട് അവസാനം ഒരു നോബഡി ആയിട്ടാണ് മരിച്ചത്. ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ ഏറ്റവും മൂത്ത ബ്രദർ ഉണ്ടായിരുന്നു. ഈ പാസ്റ്റ് അവേ ഫ്യൂ ഇയേഴ്സ് അഗോ അറ്റ് ദി ഏജ് ഓഫ് 104 or 102. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം ഐ റിമെമ്പർ ആദ്യം എനിക്കൊരു നോട്ടൊക്കെ എഴുതി തന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നല്ല ഇംഗ്ലീഷിൽ ഇങ്ങനെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടത്. പക്ഷേ ഹി ഓൾസോ ടോൾഡ് മീ വെർബലി ദറ്റ് ഈ കഥ അന്വേഷിച്ച് പോയാൽ ദർ ആർ ലോട്ട്സ് ഓഫ് സ്കെലറ്റൻസ് ഇൻ ദ ക്ലോസറ്റ്. ഐ സ്റ്റിൽ റിമെമ്പർ, അതാണ് എക്സ്പ്രഷൻ പറഞ്ഞത്, ദർ ആർ സ്കെലറ്റൻസ് ഇൻ ദിസ് ക്ലോസറ്റ്. അപ്പോൾ എനിക്കന്ന് 18-19 വയസ്സേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇറ്റ് ആക്ച്വലി ജസ്റ്റ് ഇൻക്രീസ്ഡ് മൈ ക്യൂരിയോസിറ്റി. അപ്പോൾ ഐ ജസ്റ്റ് ഗോട്ട് ഈവൻ മോർ ഇലക്ട്രിഫൈഡ് ദറ്റ് ഓ മൈ ഗോഡ് ദർ സംതിങ് റിയലി ഇൻട്രസ്റ്റിംഗ് ഇൻ ദിസ് സ്റ്റോറി. സ്കെലറ്റൻസ് ഇൻ ദ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രഹസ്യങ്ങൾ എന്തോ കുഴപ്പമുള്ള ഒരു സാധനം ഇതിനകത്തുണ്ട്. അപ്പോൾ ആ പ്രായത്തിൽ അതൊരു കൗതുകം തോന്നി. ദെൻ ഐ സ്റ്റാർട്ടഡ് റീസർച്ചിങ്. പക്ഷേ അത് റീസർച്ച് ചെയ്ത് തുടങ്ങിയപ്പം ദ വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ, ദി അമൗണ്ട് ഓഫ് പേപ്പർ വർക്ക്, എന്തുമാത്രം ഫയൽസ് ആണ് ഇരിക്കുന്നത് വിത്ത് സച്ച് അമേസിംഗ് ഡീറ്റെയിൽസ്, എവറി ഡേ ലൈഫിനെ പറ്റി, അവരുടെ പൊളിറ്റിക്കൽ ലൈഫ്, എല്ലാത്തിനെ പറ്റി. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് എ ഫാസിനേറ്റിംഗ് തിങ് ടു റീഡ്. ജസ്റ്റ് ആസ് എ റീഡർ അത് വായിക്കാൻ തന്നെ വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അത് പിന്നെ ഒരു പ്രോജക്റ്റ് ആയിട്ട് മാറി. ഇറ്റ് ജസ്റ്റ് ടുക്ക് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇത്രയും വലിയൊരു ഡാറ്റാബേസ്, അത്രയും വലിയൊരു ആർക്കൈവ് നമ്മൾ പോകുമ്പോൾ അതിലൊരു മൈനിങ് പ്രോസസ്സ് എന്താണ്? ഹൗ ഡു യു ടേക്ക് വാട്ട് യു വാണ്ട്? അതെങ്ങനെയാണ് അത് എഫക്റ്റീവ്ലി ഫിൽട്ടർ ചെയ്യുന്നത്? അത് ഒന്നാമത് യു ടു റീഡ് ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ആദ്യം എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ റീഡ് ചെയ്യുക. അപ്പോൾ ഞാൻ തിരുവിതാംകൂറിനെ പറ്റി പഠിക്കണമെങ്കിൽ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ കുറേ പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ട്രാവൻകോ സെൻസസ് റിപ്പോർട്ട്സ് ഉണ്ട് ഓരോ കാലങ്ങളായിട്ട് 10 വർഷം വരുമ്പോൾ. അതിനകത്ത് ഈ കാസ്റ്റ് ഡൈനാമിക്സ് ഒരുപാട് നമുക്ക് മനസ്സിലാവും. ഓരോ കാസ്റ്റിൻ്റെ സെൽഫ് ഇമേജ്, ഗവൺമെൻറ് അങ്ങനെ അവരെ എങ്ങനെ പെർസീവ് ചെയ്തു, അവരുടെ എണ്ണം എന്തായിരുന്നു, ആ ഒരു പ്രോസസ്സിന് നമുക്ക് മനസ്സിലാവും. പിന്നെ ട്രാവൻകോ സ്റ്റേറ്റ് മാനുവൽ ഉണ്ട്, ദർബാർ ഹിസ്റ്ററീസ് ഉണ്ട്, ശങ്കുണ്ണി മേനനൊക്കെ എഴുതിയ പോലെ. അപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ വെച്ചുകൊണ്ട് മനസ്സിലായി. ശ്രീധര മേനൻ ഇൻ ലേറ്റർ ടൈം ശ്രീധര മേനനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ വെച്ച് ഒരു ബേസിക് ഇൻഫർമേഷൻ ഓഫ് വാട്ട് വെൻറ്റ് ഡൗൺ എന്നുള്ളത് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ആർക്കൈവ്സിൽ പോയി നോക്കുമ്പോഴാണ് ഗ്യാപ്സ് മനസ്സിലാവുന്നത്. ഓ ദിസ് ദേ ഡിഡ്ന്റ് നോ അബൌട്ട്, അല്ലെങ്കിൽ ആ കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ആൻഡ് ദെൻ യു റിയലൈസ് ദീസ് ഗ്യാപ്സ് ആർ ആക്ച്വലി വൈ യു ക്യാൻ ബിൽഡ് ഫർദർ. അപ്പം പിന്നെ യു സ്റ്റാർട്ട് പെർസ്യൂവിങ് ദാറ്റ് ടു സീ വേ യു ക്യാൻ ആഡ് ടു ദ കോൺവെർസേഷൻ. മുമ്പ് ഒരാൾ എഴുതി വെച്ചത് മാത്രം റീഗർജിറ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നോട്ട് ആഡിങ് എനിത്തിങ് ടു ദ കോൺവെർസേഷൻ. അത് വരുന്നത് ബൈ ഐഡന്റിഫൈങ് ദ ഗ്യാപ്സ് ആൻഡ് ട്രൈങ് ടു ബ്രിഡ്ജ് ദോസ് ഗ്യാപ്സ്. അപ്പോൾ അത് ഫയൽസിൽ നമ്മൾ എത്ര കൂടുതൽ വായിക്കുന്നോ, എത്ര ഡൈവേഴ്സ്ലി വായിക്കുന്നോ, യുവർ ഇൻഫർമേഷൻ ആൻഡ് യുവർ ഒരു പെർസെപ്ഷൻ ഗെറ്റ്സ് ഷാർപ്പർ ആൻഡ് ഷാർപ്പർ. ഇപ്പം മനുവിനെ പറ്റി പൊതുവേ പറയുന്ന ഒരു വാട്ട് ഷുഡ് ഐ സേ, ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു ഹിലാരിയസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്
മനു ഒരു ഡാൽറിംപിൾ അല്ലെങ്കിൽ ഒരു തരൂർ സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഹിസ്റ്ററി ടെല്ലിംഗ് ആണ്. അവിടെ ഹിസ്റ്ററിയെ സ്പൈസപ്പ് ചെയ്ത് അവതരിപ്പിക്കുന്നത് ഒരാളെന്നുള്ളത് അത് പ്രശംസയാണോ അതോ അതൊരു ഈ പറയുന്നവർ ഉദ്ദേശിക്കുന്ന പ്രശംസയായിട്ടല്ല. പക്ഷെ അത് കുഴപ്പമില്ല. കാരണം ഒന്നാമത് ഹിസ്റ്റോറിയൻസ് മനുഷ്യരാണ്. ഇതിനുള്ളിൽ തന്നെ കുറേ പൊളിറ്റിക്സും ഗുന്നായ്മയും കുറച്ച് കുശുമ്പും അതൊക്കെ വരാറുണ്ട്. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. ഇപ്പം ഞാനും വേറെ ഒരു നല്ല പുസ്തകം വായിച്ചാൽ എനിക്കൊന്ന് വെച്ചേ ഐ ഷുഡ് ഓൾസോ ഡൺ സംതിങ് ഓഫ് ദാറ്റ് കാലിബർ എന്ന് നമുക്കും തോന്നും. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയാണ് എഴുതുന്നത്. പക്ഷേ ഗ്ലോബൽ ഓഡിയൻസിന് എഴുതുന്നവരുണ്ട്. അവരുടെയൊക്കെ ഓഡിയൻസ് വേ ബിഗർ ദൻ മൈൻ. അപ്പം നമുക്കും കുറച്ചൊരു കുശുമ്പ് തോന്നും, എനിക്കില്ലല്ലോ അങ്ങനത്തെ ഒരു ഇന്റർനാഷണൽ ഓഡിയൻസ് ഉള്ള ഒരു തോന്നലൊക്കെ വരും. അത് പോട്ടെ. നൗ ഫസ്റ്റ്ലി ഞാൻ വായിച്ചിപ്പം വില്യം ഡാൽറിംപിളിനെ പറ്റി പോലെ എഴുതുന്നത് ഇസ് നോട്ട് എ ബാഡ് തിങ്. ഇപ്പം എനിക്ക് 12-13 വയസ്സൊക്കെ ഉള്ള കാലത്ത് ഹിസ്റ്ററിയിൽ ആ താല്പര്യം ഉണ്ടാവുന്ന കാലത്ത് ഏബ്രഹാം ഇറാലി, വില്യം ഡാൽറിംപിൾ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചാണ്, ശശി തരൂർ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ആ ഹിസ്റ്ററിയിലുള്ള ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത്. വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു മീ ഗെറ്റിംഗ് എ PhD ഇൻ ഹിസ്റ്ററി. പക്ഷെ അതിൻ്റെ തുടക്കം ഇസ് ഫ്രം വില്യം ഡാൽറിംപിൾ. അപ്പം തീസിസിനെ എഴുതിക്കുന്ന ഒരു അക്കാഡമിക് സ്റ്റൈലിലാണ്. പക്ഷെ ആ താല്പര്യം തുടങ്ങി വന്നത് ഇസ് ഫ്രം റീഡിങ് ബുക്സ് ദാറ്റ് വർ ആക്സസിബിൾ. 13 വയസ്സുള്ള ഒരു കുട്ടി ഇഫ് ഐ ഹാഡ് പിക്ഡ് അപ്പ് ആൻ അക്കാഡമിക് ടെക്സ്റ്റ് അതിൻ്റെ ഒന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. കാരണം അതിൻ്റെ ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ്. നമ്മളൊരു ഹിസ്റ്റോറിയൻസിന് വേണ്ടി ഒരു അക്കാഡമിക് രീതിയിൽ എഴുതുമ്പം ഇപ്പം എൻ്റെ തന്നെ PhD തീസിസ് വായിച്ചാൽ ദാറ്റ്സ് റിട്ടൺ ഫോർ സംബഡി ഹു ഓൾറെഡി നോസ് ദ സബ്ജക്ട്. അപ്പം നമ്മൾ അവിടെ സ്റ്റോറി ടെല്ലിങ്ങോ വലിയ കോണ്ടെക്സ്റ്റുവലായിട്ട് ഇൻഫർമേഷൻ കൊടുക്കേണ്ട കാര്യം വരത്തില്ല. കാരണം അവർക്കും അറിയാം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, എനിക്കും അറിയാം. സോ യു കൻ ഗെറ്റ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. അതിനുള്ള ചില ജാഗനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കാരണം രണ്ട് പാർട്ടികൾക്കും മനസ്സിലാവും. പക്ഷെ ഒരു പൊതു ഓഡിയൻസിന് എഴുതുമ്പം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവർക്ക് ആ ജാഗനോ അവർക്ക് ആ ഹിസ്റ്റോറിക്കൽ ഗ്രൗണ്ടിങ് ഇല്ല. സോ യു ഹാവ് ടു ബിൽഡ് അപ്പ് ദ കോണ്ടെക്സ്റ്റ്. എന്നിട്ടാണ് നിങ്ങളുടെ പോയിന്റ് കൺവേ ചെയ്യേണ്ടത്. അപ്പം ആ കൈൻഡ് ഓഫ് റൈറ്റിംഗ് വിച്ച് ഇസ് നാരേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇസ് വാട്ട് വില്യം ഡാൽറിംപിൾ ഡസ്. അതാണ് വായിച്ചുകൊണ്ട് എനിക്കും താല്പര്യം ഒറിജിനലി വന്നത്. പക്ഷെ അതൊരു മോശമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുമ്പ് പറഞ്ഞ പോലെ വാട്ട് ഹാപ്പൻസ് ഇസ് യു കമ്പൈൻ ഹിസ്റ്റോറിക്കൽ റീസെർച്ച് വിത്ത് ഗുഡ് റൈറ്റിംഗ്. അതാണ് ഇതിൻ്റെ ബേസിക് ഇത്. ദാറ്റ് ഐ എം ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ് ഇൻ എ ഗുഡ് വേ. അല്ലാതെ ചുമ്മാ എനിക്ക് ഇത്രയും ഫൈൻഡിങ്സ് ഉണ്ട് അതിനെ നിരത്തി വെച്ച് ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ അത് അക്കാഡമിക്സിന് വേണ്ടി മാത്രം എഴുതണമെന്നല്ല എൻ്റെ താല്പര്യം. എനിക്കിപ്പം ആൾക്കാർ ചോദിക്കാറുണ്ട് PhD ഒക്കെ ഇല്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്നോടെന്ന്. എനിക്ക് ഫസ്റ്റ്ലി പഠിപ്പിക്കാനുള്ള ടാലൻറ്റ് ഇല്ല, അതില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി on this side of the divide as it were. Coming to your other book, റബൽ സുൽത്താനിൽ അബിസീനിയൻ സ്ലേവ് ആയിട്ടുള്ള മാലിക് അംബാറിൻ്റെ കഥകളാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അധികാരം കിട്ടിയതുകൊണ്ടാണ് സ്ലേവ് ആണെങ്കിലും കഥ പറയേണ്ടി വന്നത്. അപ്പോൾ അധികാരമില്ലാത്ത വലിയൊരു അടിമകൾ ഇപ്പോൾ കേരളത്തിലടക്കം അടിമകളുടെ ചരിത്രമുണ്ട്. അവിടെയൊന്നും മനു സ്പർശിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ശരിയാണ്. അതും ഡിപ്പെൻസ്. അത് ഇപ്പം 3ാമത്തെ പുസ്തകം നോക്കിയാൽ അതിനകത്തുണ്ട്. ഇപ്പം ദലിത് ചോഖമേലെ പറ്റി ഒരു ഭക്തി പോയിട്ടാണ്, അദ്ദേഹത്തിനെ പറ്റിയ ഒരു എസ്സേയുണ്ട്, കോർട്ടിസാൻസിനെ പറ്റിയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് it's not purely along caste grounds. Marginalization happens on multiple grounds. ഇപ്പോൾ സേതുലക്ഷ്മി ബായി ഓഫ് ട്രാവൻകോർ പ്രിവിലേജ്ഡ് ആണ്, റാണിയാണ്. കൊട്ടാരത്തിൽ 300 വേലക്കാരും ഒക്കെ ഉള്ള ഒരു കൊട്ടാരത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഷി വാസ് മാർജിനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ. അപ്പോൾ അതൊരു മാർജിനലൈസേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെയർ യു സ്റ്റാൻഡ് ഇൻ ദ കാസ്റ്റ് ഹൈറാക്കി. ജെൻഡറുടെ ബേസിസുള്ള മാർജിനലൈസേഷൻ ഏറ്റവും ലോവസ്റ്റ് ലെവലിലും നടക്കുന്നുണ്ട്, ഏറ്റവും ഹയസ്റ്റ് ലെവലിലും നടക്കുന്നുണ്ട്. സോ അതിനെ അപ്പം യു കാൻറ്റ് ഇഗ്നോർ ദ ഫാക്ട് ദറ്റ് ഐ ബ്രോട്ട് എ മാർജിനലൈസ്ഡ് ഫീമെയിൽ ഫിഗർ ബാക്ക് ടു ദിസ് തിങ്. ആൻഡ് ആ മെയിൽ ഗേസിനെ മാറ്റിക്കൊണ്ട് വേറെ ഒരു ഗേസിൽ കൂടെ ചെയ്തുകൊണ്ടാണ് അവരെ പിന്നെ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്സിലേക്ക് റെസറക്റ്റ് ചെയ്യാൻ പറ്റിയത്. ഈ കോർട്ടിസാൻ മഹാത്മാൻ ഇറ്റാലിയൻ ബ്രാഹ്മൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരുപാട് കോർട്ടിസാൻസ്, ദേവദാസീസ് അല്ലെങ്കിൽ ബേഗം സമറൂനെ പറ്റിയുള്ള പോലെയുള്ള നോർത്ത് ഇന്ത്യൻ തവായ്സ് അവരുടെ കഥകളുണ്ട്. അപ്പം ദാറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് മാർജിനലൈസേഷൻ. കൂടുതലും ഞാൻ എഴുതിയിരിക്കുന്നത് ജെൻഡർ ആക്സിസ് വെച്ചുകൊണ്ടാണ്. പക്ഷേ ഒക്കേഷണലി കാസ്റ്റ് എലിമെന്റ്സ് ഹാവ് ഓൾസോ കം ഇൻ. ആ സെയിം പുസ്തകത്തിൽ ഒരു എസ്സേ ഉണ്ട്, ഞാൻ എപ്പോഴും പബ്ലിക് ടോക്സ് ഒക്കെ പറയാവുന്ന ഒരു കഥയുണ്ട്. ഒരു തെലുങ്ക് നാടകം ശിവാജിയുടെ നെഫ്യൂ എഴുതിയതാണ്. ഇൻ വിച്ച് ഒരു ബ്രാഹ്മണൻ ഗോസ് ആഫ്റ്റർ എ ദലിത് ലേഡി, ഒരു ലെതർ വർക്കർ കാസ്റ്റിലുള്ള ഒരു സ്ത്രീ. എന്നിട്ട് അവർ തമ്മിലുള്ള ഡയലോഗാണ് ഈ പ്ലേയുടെ ബേസിക് ഒരു ക്രക്സ്. പക്ഷെ അതിനകത്ത് ബീഫിനെ പറ്റി കളിയാക്കുന്നുണ്ട്, കാസ്റ്റിനെ കുറച്ച് കളിയാക്കുന്നുണ്ട്. ഇറ്റ്സ് എ പാരഡി, അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷേ ദ തിങ് ഇസ്, നമുക്ക് അഗൈൻ താല്പര്യം തോന്നുന്ന രീതിയിലാണ് നമ്മൾ ഈ ടോപ്പിക്സിനെയൊക്കെ തൊടാൻ പോകുന്നത്. ഐ എം റൈറ്റിംഗ് വാട്ട് വർക്ക്സ് ഫോർ മീ ആൻഡ് വാട്ട് അപ്പീൽസ് ടു മീ. വേറെ ആൾക്കാർക്ക് താല്പര്യമുള്ളവർ അവരതിനെപ്പറ്റി എഴുതും. സോ ഐ ഡോണ്ട് സീ വൈ വി ഷുഡ് ബി ഏബിൾ ടു ഡു എവറിഥിങ്. എല്ലാവർക്കും അവരുടേതായ ഒരു ഇൻട്രസ്റ്റ് കാണും. ഇപ്പം ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ഞാൻ പോയി ചില ടോപ്പിക്സ് എടുത്തിട്ട് കാര്യമില്ല. ഐ ഓൾസോ ഹാവ് ടു ഫീൽ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് ഇൻ എ സർട്ടൻ വേ. അതിനെപ്പറ്റി എഴുതുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട്, അവരെഴുതുന്നു, ഞാൻ വേറെ ടോപ്പിക്സിനെ പറ്റി എഴുതുന്നു. ഐ ഡോണ്ട് സീ ദാറ്റ് ആസ് എ ബാഡ് തിങ്. യുവർ റിസർച്ച് ബേസിക്കലി ആർക്കൈവ്സിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ റിസർച്ച് ചെയ്യുന്നത്. അപ്പം ഐവറി ത്രോണൊക്കെയുള്ള പുസ്തകങ്ങളിൽ
ലണ്ടനിലടക്കമുള്ള ആർക്കൈവ്സിൽ പോയി. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻസ് പലതും ബ്രിട്ടീഷ് റൂളേഴ്സ് അതുപോലെ ഇവിടുത്തെ രാജാക്കന്മാരുടെ ആളുകൾ അവരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു. പണ്ടൊരു പറച്ചിലുള്ളത് ഹിസ്റ്ററി ഇസ് റിട്ടൺ ബൈ വിക്ടേഴ്സ് എന്നാണ്. അപ്പം യു ആർ ഓൺലി ഗെറ്റിംഗ് ദ സൈഡ് ഓഫ് ദ കിങ് ആൻഡ് ദ ബ്രിട്ടീഷ് റൂളേഴ്സ്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ശരിക്കും. അത് ശരിയായിക്കൊള്ളുന്നുണ്ട് ഒബ്ജക്ടിവിറ്റി ഇല്ല. നമുക്ക് ഹിസ്റ്ററിയിൽ ഒരു കാര്യമുണ്ട്, എഴുതി വെച്ചത് മാത്രമല്ല, യു ആർ ഓൾസോ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. റെക്കോർഡിൽ ഇല്ലാത്തതും നമ്മൾ കാണുന്നുണ്ട്, റെക്കോർഡിലെ സൈലൻസസും നമ്മൾ കാണുന്നുണ്ട്. ഒരു റെക്കോർഡിൽ ഇന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ യു ക്യാൻ ഓൾസോ സ്പോട്ട് എന്താണ് എഴുതാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യത്തിന് ഒരുപാട് അവരിങ്ങോട്ടിട്ട് എഴുതുമ്പോൾ, ഇപ്പം TK വേലുപ്പിള്ളയുടെ ട്രാവൻകോർ സ്റ്റേറ്റ് മാനുവൽ ഉണ്ട്, രണ്ടാമത്തെ ട്രാവൻകോർ സ്റ്റേറ്റ് മാനുവൽ 1940 ഇട്ടത്. അതിൻ്റെ ഫോർവേഡ് മുതൽ, അതിൻ്റെ പ്രോലോഗ് ഉണ്ട്, അവിടെ മുതൽ പിന്നെ സബ്സിക്വൻ്റ്ലി ഹിസ്റ്റോറിക്കൽ വോള്യൂമിൽ ഒരു കോൺസ്റ്റന്റ് എഫേർട്ട് ഉണ്ട്, വിച്ച് ഇസ് ദാറ്റ് തിരുവിതാംകൂറിലെ റാണിമാരെപ്പോഴും രാജാവിൻ്റെ ഡിപ്പെൻഡൻസിയിലായിരുന്നു. അവർക്ക് അങ്ങനെ ഓട്ടോണമസ് ആയിട്ടുള്ള സ്റ്റേറ്റസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു കോൺസ്റ്റന്റ്ലി അതിനിങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്ന ഒരു ഇതുണ്ട്. ആൻഡ് ഫോർ എ ഗുഡ് ഹിസ്റ്റോറിയൻ ദ ക്വസ്റ്റ്യൻ അറൈസസ് ഇൻ യുവർ ഹെഡ്, ഇയാൾ എന്തിനാ ഇത്രമേൽ ഇതിന്റെ പുറകിൽ ഇങ്ങനെ പോകുന്നത്? ഈ ആദ്യം മുതലേ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ ക്ലിയർലി ദ സംതിങ് അത്രമേൽ ഇതിനെ എടുത്ത് പറയാം. അല്ലെങ്കിൽ അത് നാച്ചുറൽ ഫാക്ട് ആണെങ്കിൽ അത് ചുമ്മാ അങ്ങ് റെലവൻറ്റ് സെക്ഷനിൽ അങ്ങ് ഇട്ടാൽ പോരെ. പക്ഷെ ആദ്യമേ ഇതിനെ എടുത്ത് പറയണമെങ്കിൽ ദ സംതിങ് ഇൻട്രസ്റ്റിംഗ് ദേ. തപ്പിപ്പോകുമ്പോൾ നമ്മൾ മനസ്സിലാവുന്ന അന്ന് ചിത്രനാളും അദ്ദേഹത്തിന്റെ വല്യമ്മയായ സീനിയർ മഹാറാണി തമ്മിൽ വഴക്ക് നടക്കുക അബൌട്ട് സ്റ്റേറ്റസ് ആൻഡ് വെദർ സീനിയർ മഹാറാണി ഹാസ് റൈറ്റ്സ് ടു പ്രോപ്പർട്ടി എറ്റ്സെട്ര ഇൻഡിപെൻഡന്റ് ഓഫ് ദ രാജ. അതാണ് റാണിയുടെ വാദം. രാജാവിന്റെ ഡിപ്പെൻഡൻസിയിലല്ല, ഞാൻ രാജാവിനെ കാട്ടി മൂത്താണ്, എൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എനിക്ക് സ്വന്തം സോൾ അധികാരത്തിൽ ഹോൾഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ ഒരു കോൺട്രവേഴ്സിയും വഴക്കും നടക്കുന്നതിന് ഇടയിലാണ് ഈ പുസ്തകം ട്രാവൻകോർ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. എൻ്റെ ഈ ട്രാവൻകോർ ഗവൺമെന്റിന്റെ മോണക്കാരാണ് ചിത്രകരുന്നാൾ. സോ അദ്ദേഹത്തിന്റെ വശത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ്സിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി കൂടെയാണ്. ഇന്ന് കോടതികൾ വരെ ആ ബുക്ക് റിഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗുഡ് ഹിസ്റ്റോറിയൻ വിൽ ബി ഏബിൾ ടു ഗോ ബാക്ക് ആൻഡ് സേ ദാറ്റ് ഇത് ആക്ച്വലി ഒരു കോണ്ടെക്സ്റ്റിൽ എഴുതിയതാണ്. രാജാവും റാണിയും തമ്മിൽ വഴക്ക് നടക്കുന്നു. റാണി ഈസ് ട്രൈങ് ടു ക്ലെയിം and hold on to her political status. Raja is trying to water it down. ആ സന്ദർഭത്തിൽ രാജാവിൻ്റെ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഹിസ്റ്ററിയെ ഇവിടെ ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്നത്. അതങ്ങനെ ഓരോ റെക്കോർഡ്സ് വായിക്കുമ്പോഴും യു ആർ ഏബിൾ ടു സ്പോട്ട് ഇറ്റ്. ഇപ്പം രാജ്പൂത് സ്റ്റേറ്റ്സിനെ പറ്റി പഠിച്ചിട്ടുള്ള സ്കോളേഴ്സ് പറയും, അരക് മോറാൻ എന്നാണ് ഞാൻ നോർമലി എക്സാമ്പിളായിട്ട് തരുന്നത്. അദ്ദേഹമൊക്കെ പറയുന്നുണ്ട് രാജ്പൂത് സൊസൈറ്റിയിലും ഭരിച്ച സ്ത്രീകൾ അല്ലെങ്കിൽ ഓട്ടോണമി പവറുള്ള സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ സോഷ്യൽ കൺവെൻഷൻസിൽ സ്ത്രീകളെ പറ്റി അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പോൾ റെക്കോർഡ് വായിച്ചാൽ നമുക്ക് തോന്നത്തില്ല ഈ സ്ത്രീകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥാനമുണ്ട്. മുഗൾസിൻ്റെ അങ്ങനെയാണ്, സ്ത്രീകൾക്ക് അങ്ങനെ തുറന്നങ്ങനെ ആരൊന്നും അധികം പറയാറില്ല. പക്ഷെ ഇഫ് യു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ദേ സ്റ്റാർട്ട് സ്പ്രിങ്ങിങ് ഔട്ട് സ്ലോലി. ആ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് ഒരുപാട് നടക്കും. പിന്നെ മുമ്പ് പറഞ്ഞത് ബ്രിട്ടീഷ് ആർക്കൈവ്സ്, അത് ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. മനു ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ പോയി ബ്രിട്ടീഷുകാരുടെ വശമാണ് എഴുതിയിരിക്കുന്നത്. ആർക്കൈവ്സ് ബ്രിട്ടനിലാണ്, അവിടെ ഇരിക്കുന്ന ഫയൽസ് ബ്രിട്ടീഷുകാർ മാത്രം എഴുതിയതല്ല. ചിത്രനാൾ എഴുതിയ കത്തുകളുമുണ്ട്, റാണിമാർ എഴുതിയ കത്തുകളുണ്ട്, ഈ കൊട്ടാരത്തിന്റെ മാനേജേഴ്സ് തമ്മിൽ എഴുതിയ കത്തുകളുടെ കോപ്പീസ് അവിടെ ഇരിപ്പുണ്ട്. സോ ആർക്കൈവ്സ് ഇംഗ്ലണ്ടിലാണെങ്കിലും അതിനകത്ത് ഇരിക്കുന്ന കണ്ടന്റ്സ് ബ്രിട്ടീഷുകാർ മാത്രം എഴുതിയ കണ്ടന്റ്സ് അല്ല, എല്ലാ ലെവലിൽ എഴുതിയവരുമുണ്ട്. പിന്നെ നമ്മൾ ഈ റീസെർച്ച് ചെയ്യുമ്പം ഈ ഗ്യാപ്സ് എന്ന് മുമ്പേ പറഞ്ഞില്ലേ, ദാറ്റ് ഓൾസോ സ്റ്റാർട്ട് സ്പ്രിങ്ങിങ് ഔട്ട്. ഇപ്പം മെയിൻ ഒരു ആർഗ്യുമെന്റ് ആ പുസ്തകത്തിൽ പറയുന്നത് ഇപ്പം ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ അത് ആ സമയത്ത് നടക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈഴവ സമുദായത്തിന്റെ ക്യാമ്പയിൻ ആൻഡ് ദ ത്രെറ്റ് ഓഫ് കൺവേർഷൻ. അവരിപ്പം കൺവേർട്ട് ചെയ്ത് ദേ വിൽ മൂവ് ടു എ ഡിഫറെന്റ് റിലിജൻ. ആൻഡ് ചിത്രനാൾ മദർ ബോത്ത് വെരി സ്ട്രോങ് ഓൺ ഹിന്ദു കൺസോളിഡേഷൻ. ഒരു ഹിന്ദു സ്റ്റേറ്റ് ആണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അവർക്ക്. മൂത്ത റാണി ഭരിച്ചിരുന്ന കാലത്ത് ക്രിസ്ത്യൻസ് അവരെ സപ്പോർട്ട് ചെയ്തു. സോ ജൂനിയർ റാണിയും ചിത്രനാളും ഒരു ആന്റി ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ചരിവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ വരുന്നത്. അതും ഗ്യാപ്സിലുള്ള ചില സ്പേസസ് തപ്പി പോകുമ്പോഴാണ് നമുക്ക് അതിനുള്ള മെറ്റീരിയൽ കിട്ടുന്നത്. അതും ഈ റെക്കോർഡ്സ് ഒന്നുമില്ല. റെക്കോർഡ്സ് വായിച്ചാൽ ചിത്രനാൾ ഡിഡ് ദിസ് വണ്ടർഫുൾ തിങ്, എവറിബഡി ക്ലാപ്പ്, അത്രേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ വൈ ഹി ഡിഡ് ഇറ്റ്, വാട്ട് വർ ദ മോട്ടിവേഷൻസ്, അത് യു ഗെറ്റ് ഫ്രം അതർ സോഴ്സസ്. അത് തപ്പിപ്പിടിക്കാനുള്ള ഇത് വേണം. സോ ഇറ്റ്സ് നോട്ട് ദ കേസ് ദറ്റ് ഇപ്പോഴും ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള ഏതാണെങ്കിലും അവരുടെ റെഗുലർ PR ഇത് വരുമല്ലോ, ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഓരോ ഇലക്ഷൻ വരുന്ന സമയത്ത് വരുമ്പോൾ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് മാത്രം വായിച്ചാൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത ആൾ അതിനെ ഗോസ്പൽ ട്രൂത്ത് ആയിട്ട് എടുത്ത് ദേ വിൽ യൂസ് ദാറ്റ് ആസ് മെറ്റീരിയൽ. പക്ഷേ ഇഫ് യു അപ്ലൈ ഹിസ്റ്റോറിക്കൽ മൈൻഡ് യു വിൽ ആക്ച്വലി സ്പോട്ട് പാറ്റേൺസ്. ഇവരെന്താണ് ഇതിനെ ഇത്ര മേൽ അങ്ങ് പൊക്കുന്നത്? ഹൗ കൻ എവറിത്തിങ് ബി സോ പെർഫെക്റ്റ്? ഇത് സത്യമായിട്ട് നടന്നതാണോ? ട്രാവൻകോറിൽ തന്നെ എല്ലാ വർഷവും ഈ ട്രാവൻകോർ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റേറ്റിൽ നടന്ന റിഫോംസ്, ഇത്രയും സ്കൂൾ തുടങ്ങി, അതാണെന്നൊക്കെ പറഞ്ഞ് വരും. അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കുറേ കൽപ്പനകളാണ്. എല്ലാ റോഡ്സ് അല്ലെങ്കിൽ എല്ലാ അമ്പലങ്ങളുടെ മുമ്പിലുള്ള റോഡ്സ് നമ്മൾ എല്ലാവർക്കും തുറന്നു കൊടുത്തു. ഒഫീഷ്യലി 1929 ആയപ്പോഴേക്കും റാണിയുടെ സമയത്ത് തന്നെ, സേതു ലക്ഷ്മിബായിയുടെ സമയത്താണ് ഒഫീഷ്യലി നടന്നത്.
പക്ഷെ ദെൻ യു ഹാവ് ടു അപ്ലൈ യുവർ മൈൻഡ്. അപ്പം ഞാൻ പോയി എൻ്റെ സ്വന്തം അമ്മൂമ്മയുടെ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിച്ചു, നിങ്ങളൊക്കെ 1940s വളരുമ്പം നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തിലെ ഈ റോഡ്സ് എല്ലാവർക്കും തുറന്നതായിരുന്നു? നോ. കാരണം റാണി തിരുവനന്തപുരത്തിരുന്ന് കൽപ്പന ഇട്ടു, പക്ഷേ ഈവൻ 20 years later ഇറ്റ്സ് നോട്ട് ആക്ച്വലി ട്രാൻസ്ലേറ്റഡ് ടു ട്രൂത്ത് ഓൺ ദ ഗ്രൗണ്ട്. അത് ഇപ്പം മുമ്പുള്ള 19th century മാധവറാവ് പോലത്തെ വലിയ ദിവാൻസിന്റെ കാലത്തും അവരിത് പബ്ലിഷ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ബ്രിട്ടീഷുകാരെയും കൂടെ കൺവിൻസ് ചെയ്യാനാണ്, നമ്മൾ വളരെ പ്രോഗ്രസീവ് സ്റ്റേറ്റ് ആണെന്നൊക്കെ കാണിക്കാനും കൂടെയാണ്. അതും ഒരു ഹിസ്റ്റോറിയന് മനസ്സിലാക്കണം. ദാറ്റ് വെൻ യു ആർ റീഡിങ് സംതിങ് ഇൻ എ റെക്കോർഡ്, അത് എഴുതുന്ന ഒരു ഓഡിയൻസിന് വേണ്ടിയാണ്. അപ്പോൾ ഏത് ഓഡിയൻസിന് വേണ്ടിയാണ് ഇവർ എഴുതുന്നത്, അതും കൂടെ നമുക്ക് മനസ്സിലായ യു ആർ ഏബിൾ ടു ട്രാക്ക് ഹൗ മച്ച് ഓഫ് ഇറ്റ് ഇസ് ട്രൂ ആൻഡ് വേർ ദ ഗ്യാപ്സ് ആർ. യൂറോപ്യൻ കൊളോണിയലിസ്റ്റ് ഫോഴ്സസിനെ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു വാറിൽ തോപ്പിച്ച ഒരു രാജാവ് മാർത്താണ്ഡവർമ്മയാണ്, കുളച്ചൽ യുദ്ധത്തിൽ. അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കെ പോലും ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൗത്തിൽ നിന്നുള്ള കിങ്സിന് വലിയ റോള് ഹൈലൈറ്റ് ചെയ്ത് കാണാറില്ല. അങ്ങനെ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടോ ശരിക്കും? അതുണ്ട്. ഒന്നെന്ന് വെച്ചാൽ അധികാരം ഇപ്പോഴും ഡൽഹിയിലാണ്. അപ്പം എല്ലാത്തിനും കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ചായ്വുണ്ട്. പിന്നെ ഒരു ഒബ്സെഷൻ വിത്ത് ദീസ് ബിഗ് എംപയേഴ്സ്. അപ്പം മുഗൾസ്, ആ ഒരു വലിയൊരു ഇമ്പീരിയൽ ഫോർമേഷൻസിനെ പറ്റി ഒന്നെന്ന് വെച്ചാൽ ഒരുപാട് അതിനെ പഠിക്കാനുണ്ട്. ഇറ്റ് കവേർഡ് ഹ്യൂജ് സ്വേഡ്സ് ഓഫ് ലാൻഡ്. അപ്പം മുഗൾസ് എന്ന് പറഞ്ഞാൽ തഞ്ചാവൂരും തമിഴ്നാട് വരെയൊക്കെ എത്തിയവരാണ്. അപ്പോൾ അത് പഠിക്കാൻ തന്നെ ഇറ്റ്സ് ഓബ്വിയസ്ലി എ വെരി ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ആ ഹിസ്റ്ററി. പക്ഷേ ലോക്കൽ ഹിസ്റ്ററീസിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ആൻഡ് യു ഗെറ്റ് ഇൻട്രസ്റ്റിംഗ് ഇൻപുട്സ് ഫ്രോം ഇറ്റ്. അപ്പോൾ അതും പഠിക്കണം. പക്ഷേ ടെക്സ്റ്റ് ബുക്സിൽ ആൾക്കാർ ദി കോപ്പ് ഔട്ട് ആൻഡ് ഗോ ഫോർ ദി ഈസി വേ, വിച്ച് ഇസ് ദറ്റ് ഒരു 3-4 എംപയേഴ്സ് ചൂസ് ചെയ്യുക, ഒരു 3-4 മെയിൻ രാജാക്കന്മാരെ ഹൈലൈറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം കാരണം അവരെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല, ഒരു 100 പേജിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയെ കണ്ടൻസ് ചെയ്യാൻ പറഞ്ഞാൽ അത് ആർക്കും ഈസി ആയിട്ടുള്ള ഒരു സംഭവമല്ല. സോ ഐ തിങ്ക് ഈ പറയുന്ന ക്രിറ്റിസിസത്തിലെ വാല്യൂ ഉണ്ട്, വിച്ച് ഇസ് ദാറ്റ് ദർ ഇസ് എ നോർത്ത് ഫോക്കസ് ആൻഡ് ദർ ഇസ് എ ഫോക്കസ് ഓൺ എ ഫ്യൂ ടോപ്പിക്സ്. ഇന്ത്യ ഇസ് എ വെരി ബിഗ് കൺട്രി, ഇവിടെ പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് മാത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ വി ആർ ആക്ച്വലി ലൂസിങ് ഔട്ട് ഓൺ എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ്. ഇപ്പോഴത്തെ കാലത്ത് സിനിമ എന്ന് പറയുന്ന മാധ്യമം ചരിത്രത്തെ റീഇൻറ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരർത്ഥത്തിൽ ചരിത്രത്തെ പുനർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഛാവ പോലെ ഒരു സിനിമ ഇപ്പോൾ വന്നപ്പോൾ അതിനകത്ത് മുഗൾ ഭരണാധികാരികളെ വലിയ ക്രൂരന്മാരായിട്ട് ചിത്രീകരിച്ചു. ആ സമയത്തൊരു ലേഖനം എഴുതി, അതിൽ ഒരു പ്രസ്താവന കുറച്ച് വിവാദമാവുകയും ചെയ്തു. എന്നുവെച്ചാൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദു രാജാക്കന്മാരും ഒരുപോലെ ബ്രൂട്ടലായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ മുഗളരെ സിലബസുകളിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഈ ഓൺ എ സ്കെയിൽ ഓഫ് ബ്രൂട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ ക്യാൻ വി റിയലി സ്റ്റഡി എനി റൂളർ? ഇല്ല. കാരണം അത് തന്നെയാണ് പ്രശ്നം. ഏത് റൂളറിനെ എടുത്ത് നോക്കിയാലും ദേ വർ ഓൾ പ്രിറ്റി വയലന്റ്. കാരണം അവരുടെ ലോകം അതായിരുന്നു. അവർക്ക് ഇന്നത്തെ പോലെ പോലീസും ഡെമോക്രസിയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അങ്ങനത്തെ ഇന്ന് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള രീതിയിലൊന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് എ വേൾഡ് ഓഫ് സ്ട്രോങ് പീപ്പിൾ ആൻഡ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഏബിൾ ടു ഡെമോൺസ്ട്രേറ്റ് ദ കപ്പാസിറ്റി ടു ഇൻഫ്ലിക്ട് വയലൻസ്. ഇപ്പോൾ ആൾക്കാർ എപ്പോഴും ഒരു ബൈഫിക്കേഷൻ ചെയ്യുന്ന അക്ബർ വാസ് ദ ഗുഡ് മുഗൾ എംപറർ, ഔറംഗസേബ് വാസ് ദ ബാഡ് മുഗൾ എംപറർ എന്നാണ് പൊതുവെ ഉള്ള ഒരു ജനറൽ ഇമാജിനേഷനിലുള്ളത്. പക്ഷെ അക്ബർ ഓൾസോ ഇൻ ഹിസ് ഏർലി ഫേസ് കോൺകർ ചെയ്തെടുക്കുന്ന കാലത്ത് ഹി വാസ് ഓൾസോ പ്രിറ്റി വയലന്റ്. സോ അതും പോട്ടെ, മാർത്താണ്ഡവർമ്മ, നമ്മൾ കേരളത്തിലാണ് ഇരിക്കുന്നത്, മാർത്താണ്ഡവർമ്മ വാസ് ഓൾസോ വെരി വയലന്റ്. അതിന് രാജ്യം കീഴടക്കിയെടുത്ത് തിരുവിതാംകൂറിനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന കാലത്ത് ഒരുപാട് നാട്ടുരാജ്യങ്ങളെയൊക്കെ കോൺകർ ചെയ്തു. ആ സ്ഥലങ്ങളിലെ അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. തിരുവല്ലയിലാന്ന് തോന്നുന്നു അമ്പലത്തിൽ ഏതാണ്ട് നിധിയൊക്കെ എടുക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോറ്റിമാരെല്ലാം ചൂലെടുത്ത് അടിച്ച് ഇവരുടെ സോൾജേഴ്സിനെ പുറത്താക്കി. പരുമലയിലെ പനയനാർക്കാവിൽ പോയപ്പം അതൊരു ഓറൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു കഥയുണ്ട്. പനയനാർക്കാവിലെ സ്വർണ്ണം എടുക്കാൻ വന്നപ്പം തിരുവിതാംകൂർ പട്ടാളം വന്നപ്പം ദേവിയുടെ ഒരു തീവ്ര ഇതിനകത്ത് അവർക്ക് പറ്റിയില്ല, എന്നിട്ട് അവർ വിട്ടിട്ട് പോയെന്ന്. ഇറ്റ്സ് എ ലെജൻഡ്. പക്ഷേ ദ ലെജൻഡ് ഇസ് കമ്മ്യൂണിക്കേറ്റിംഗ് സംതിങ് ടു യു എന്ന് ഇവർ വന്നു എന്നുള്ള ഒരു ലെസണാണ് അതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ദേവിയുടെ സ്ട്രെങ്ത് കൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്പലങ്ങളുണ്ട്, പിന്നെ വയലൻസ് ഉണ്ട് ഒരുപാട്. സ്ത്രീകളെ എൻസ്ലേവ് ചെയ്യുക. ഡച്ചുകാരുടെ ഒരു റെക്കോർഡിൽ, ഡച്ചുകാരുടെ ശത്രുവാണ് മാർത്താണ്ഡവർമ്മയുടെ. പക്ഷേ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ചില ഫാക്ട്സ് ഒക്കെ നമുക്ക് നമ്പേഴ്സൊക്കെ അതിനകത്തുനിന്ന് കിട്ടും. ഇപ്പം വടക്കും കൂർ തെക്കും കൂറൊക്കെ കീഴടക്കിയ സമയത്ത് അവിടെ തൗസൻഡ്സ് ഓഫ് ആൾക്കാരിനെ എൻസ്ലേവ് ചെയ്ത് തിരുവിതാംകൂറിന് ആവശ്യമുള്ള ഫോർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ തന്നെ ആൾക്കാരെ എൻസ്ലേവ് ചെയ്ത് ചെയ്യിപ്പിച്ചു എന്നൊക്കെയുള്ള ചില ഫാക്ടോയിഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. സോ ഈവൻ മാർത്താണ്ഡവർമ്മ ബിഫോർ തൃപ്പടിദാനം ആൻഡ് ബിഫോർ ഹി ബിക്കേം പത്മനാഭദാസൻ ആൻഡ് ഓൾ ഓഫ് ദാറ്റ് വാസ് വയലന്റ്. കാരണം ഒരു രാജാവാണ്. എല്ലാവരും പൊതുവെ പറയും മാർത്താണ്ഡവർമ്മ രാജാവായിരുന്നു, 8 വെട്ടിപ്പിള്ളമാരെ അയാളെ കൊല്ലാൻ ശ്രമിച്ചു, അവസാനം അവരെ കീഴടക്കി, ആൻഡ് ദെൻ ഹി ഹാഡ് ദ റെസ്റ്റ് ഓഫ് ഹിസ് കരിയർ. ഇതിനകത്ത് മെയിൻ ചോദ്യം വരുന്നത് എന്തുകൊണ്ട്, വൈ വർ ദേ എതിർക്കിങ് ഹിം? എന്തുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ 8 വെട്ടിപ്പിള്ളമാർ എതിർത്തുകൊണ്ടിരുന്നത്? ആ ഒരു ചോദ്യത്തിലാണ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മളൊരു അസംഷൻ വരുന്നത് മാർത്താണ്ഡവർമ്മ ഓൺ ദ റൈറ്റ് സൈഡ്, 8 വെട്ടിപ്പിള്ളമാർ വർ ദ വില്ലൻസ്. അതാണ് കഥയുടെ ഒരു പാറ്റേൺ. പക്ഷേ ഗുഡ് ഹിസ്റ്റോറിയൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിങ് ഇവർ ഇത്രമേൽ ഇയാളെ എതിർക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ. ഇതിന് മുമ്പ് രാജാക്കന്മാരുണ്ടായിരുന്നു, അവരെയൊന്നും ഇത്രമേൽ എതിർത്തില്ല. ആക്ച്വലി നമ്മൾ റെക്കോർഡ്സ് ഒക്കെ പോയി നോക്കുമ്പം
ഒരു സെവറൽ ജനറേഷൻസ് മുമ്പ് മുതൽ ഈ തിരുവിതാംകൂറിലേക്ക് ദത്തെടുത്ത് വന്ന ചില രാജാക്കന്മാരുണ്ട്. ഇവിടെ ഉള്ളവരുണ്ട്, പിന്നെ പുറത്തുനിന്ന് ദത്തെടുത്ത് സെയിം ഫാമിലിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അധികാരം കിട്ടുന്ന ഒരു സിസ്റ്റം കൂടെ വരും. ഈ ദത്തെടുത്ത് വരുന്ന ആൾക്കാരെയാണ് ഈ 8 വെട്ടുപ്പിള്ളമാർ കൂടുതലും റെസിസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം എന്താ സംതിങ് ഇൻട്രസ്റ്റിംഗ് ദേ സെയിങ് അവർ ഇവിടുത്തെ ലോക്കൽ ചീഫ്റ്റൻസ് മാർത്താണ്ഡവർമ്മയുടെ അമ്മയും കണ്ണൂരിൽ നിന്ന് കോളത്തുനാട്ടിൽ നിന്ന് ദത്തെടുത്ത് കൊണ്ടുവന്നതാണ്. സോ ബേസിക്കലി ദേ വർ ചാലഞ്ചിങ് ഹിസ് ലെജിറ്റിമസി. അല്ല ചുമ്മാ ഒരു രാജകുമാരനെ കൊല്ലാനായിട്ട് ആരെങ്കിലും അങ്ങനെ ഇറങ്ങുമെന്ന് എനിക്ക് സംശയമാണ്. ഒരു കാരണം കാണും. ആൻഡ് ഐ തിങ്ക് ദ കാരണം വാസ് എ ലാക്ക് ഓഫ് ലെജിറ്റിമസി. മാർത്താണ്ഡവർമ്മയെ അവരുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റൂളറായിട്ടല്ല കണ്ടിരുന്നതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ്. ദാറ്റ് ഇസ് വൈ ദേ ഒപ്പോസ്ഡ് ഹിം. ആൻഡ് മാർത്താണ്ഡവർമ്മ ആ ലെജിറ്റിമസിയുടെ ക്രൈസിസ്, എസ്പെഷ്യലി ഈ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി വയലൻസ് അതൊക്കെ നടന്നതിന് ശേഷം ഹി ഓൾസോ നീഡഡ് ടു സർപാസ് ഓൾ ദാറ്റ് ബ്ലഡ് ഷെഡ്. അപ്പോഴാണ് തൃപ്പടിദാനവും ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹി ബിക്കംസ് പത്മനാഭദാസൻ. അപ്പം അങ്ങനെ നോക്കുമ്പം യു സീ ദ ഫുൾ ആർക്ക് ഓഫ് തിങ്സ്. അല്ലാതെ നമ്മൾ വില്ലൻ ഹീറോ ആ ഒരു ലെൻസിൽ കൂടെ നോക്കിയാൽ യു ആർ മിസ്സിംഗ് ഔട്ട് എ ലോട്ട് ഓഫ് ദ ആക്ച്വൽ ഹിസ്റ്ററി. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രയോറിറ്റീസ് കൂടി ഹിസ്റ്ററിയെ സ്വാധീനിക്കുന്ന കാലമാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഹിസ്റ്റോറിയൻസ് ചാലഞ്ചസ് നേരിടുന്നുണ്ടോ? അത് ഉണ്ട്. ഇപ്പം ഞാൻ ബിഫോർ വി സ്റ്റാർട്ടഡ് ഷൂട്ടിങ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വർഷം തോന്നുന്നു ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഇതുപോലെ ഒരു കോൺവെർസേഷനിൽ പോയതാണ്, ഇംഗ്ലീഷിലുള്ള ഒരു ബാംഗ്ലൂരിലുള്ള ഒരാളുമായിട്ട്. അവിടെ ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തി. ആ ഡിസ്കഷനിൽ പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആകെ പറഞ്ഞിട്ടുണ്ട് ശിവാജി ഇത് ചെയ്തു, ശിവാജി അത് ചെയ്തു, അത്രയുമായിരുന്നു ആ ഡിസ്കഷനിൽ നടന്നത്. പക്ഷെ അത് വന്ന് അവർ റീലായിട്ട് ഇട്ടപ്പോഴേക്കും എനിക്ക് ട്രോൾസ് വന്ന് പറഞ്ഞത് ഹൗ കെൻ യു സേ ജസ്റ്റ് ശിവാജി, ഛത്രപതി ശിവാജി മഹാരാജ് എന്ന് എല്ലാ തവണയും അങ്ങനെ പറയണം, അല്ലാതെ ശിവാജി എന്ന് മാത്രം പറയരുത്. ആൻഡ് ഐ വാസ് ലൈക്ക് കം ഓൺ, നമ്മൾ ഇറ്റ്സ് ലൈക്ക് സെയിങ് പാത്ഷാ അക്ബർ ഈച്ച് ടൈം, അല്ലെങ്കിൽ മഹാരാജ മാർത്താണ്ഡവർമ്മ തിരുമനസ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? മാർത്താണ്ഡവർമ്മ എന്ന് നമ്മൾ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും അല്ല പറയുന്നത്. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ. നമ്മൾ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനെ അങ്ങനെ അവരുടെ എല്ലാ ടൈറ്റിൽസും ചേർത്ത് വിളിക്കാൻ തുടങ്ങി അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. പക്ഷെ അതിൻ്റെ പേരിൽ തന്നെ ദേ വാസ് സോ മച്ച് ട്രോളിങ്. ആൻഡ് അതും അവിടെ ഉള്ള ഒരു രീതി തല്ലും ഇതാണെന്നൊക്കെ. ദിസ് ഇസ് എ ഹെഡ് ഏക്ക്, ഞാൻ വളർന്ന സ്ഥലമാണ്, സോ ഐ ഡോ വോണ്ട് ട്രബിൾ, അപ്പോൾ ഐ മേഡ് ദം ഡിലീറ്റ്. അങ്ങനത്തെ ചില പ്രഷേഴ്സ് വരാറുണ്ട്. പിന്നെ കൂടുതലും ഈ സോഷ്യൽ മീഡിയ മോബ്സ് ആണ്. അത് ഒരു പക്ഷം മാത്രമല്ല. ഇപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഒരു പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ട്രോൾസ് കുറേ വരും. വേറെ വല്ലതും പറഞ്ഞു, മറ്റേ സൈഡിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരുടെയും കുറേ ട്രോൾസ് വരും. ഐ റിമെമ്പർ ഇപ്പം ഫേസ്ബുക്കിൽ ഓൾമോസ്റ്റ് ഒരു വീക്കിൻ്റെ ഗ്യാപ്പിനകത്ത് ഐ സോ എ പോസ്റ്റ് വെയർ ഒരാൾ എന്നോട് അവരുടെ പോസ്റ്റിൽ പറഞ്ഞു ഞാൻ ഇടതുപക്ഷ ഹിസ്റ്റോറിയൻ ആണെന്ന്. അവരുടെ ഒരു ക്രിറ്റിസിസം, വളരെ ഒരു ആംഗ്രി പോസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് എ വീക്ക് ലേറ്റർ ഫ്രണ്ട് മെൻഷൻ ടു എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചെന്ന് തോന്നുന്നു. യൂട്യൂബിൽ ആരോ, ഞാൻ വേറെ എന്തോ പറഞ്ഞു, അതിനകത്ത് ആരോ എഴുതിക്കുന്നു ഇവന് BJP അടുത്ത ഇലക്ഷന് സീറ്റ് കൊടുക്കാൻ പോവാണെന്നൊക്കെ അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു വീക്കിൻ്റെ ഗ്യാപ്പിനകത്ത് ഐ വാസ് കോൾഡ് ബോത്ത് പ്രോ BJP ആൻഡ് പ്രോ ലെഫ്റ്റ്. ബിക്കോസ് നമ്മൾ പറയുന്ന രീതിയിൽ ഇഫ് ഇറ്റ് ഡസൻറ്റ് സിറ്റ് വെൽ വിത്ത് സർട്ടൺ ഐഡിയോളജീസ്, അതിൻ്റെ പേര് ആവശ്യത്തിന് പ്രഷർ അങ്ങനെ വരാറുണ്ട്. നൗ ദി ആൻസർ ടു ദാറ്റ് ഈസ്, ഒന്ന്, ഞാൻ ഈ കമൻസ് ഒന്നും വായിക്കത്തില്ല, ഇപ്പം ഒട്ടും വായിക്കത്തില്ല. കാരണം നമുക്ക് വൈ ബോദർ, യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ ജോബ്. ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഴപ്പമുള്ളത് സെൽഫ് സെൻസർഷിപ്പ് നമ്മൾ അറിയാതെ തന്നെ കയറി വരാനൊരു സാധ്യതയുണ്ട്. ബിക്കോസ് യുവർ ബ്രെയിൻ ഇസ് അവെയർ. അപ്പം നമ്മൾ ഡിഫെൻസീവായിട്ട് എഴുതാൻ തുടങ്ങും. സെയിങ് ഇതിങ്ങനെ എഴുതിയ അത് ആൾക്കാർക്ക് കുഴപ്പമാകും, അതുകൊണ്ട് ലെറ്റ് മീ റീഫ്രേസ് ഇറ്റ് ദിസ് വേ എന്നുള്ള ഒരു കുഴപ്പം വരും. സോ ഇറ്റ്സ് ബെറ്റർ ടു ഇഗ്നോർ ഓൾ ഓഫ് ദാറ്റ് ആൻഡ് കീപ് ഡൂയിങ് യുവർ ബെസ്റ്റ്. ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ എടുക്കുകയാണെങ്കിൽ ശിവാജിയുടെ ഒരു പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഗ്ലോറിഫിക്കേഷൻ വരുന്നത് തിലകിൻ്റെ ഒരു ഇടപെടലിലൂടെയാണ്. അതിനെതിരെ അന്ന് സുധാരകൾ അവർ വിമർശനങ്ങൾ പോലും തിലകിനെതിരെ വന്നതാണ്. കേരളത്തിൽ പോലും ഇപ്പോഴും ശിവാജി ജയന്തിയൊക്കെ ആഘോഷിച്ചു തുടങ്ങുന്ന കാലമായിട്ടുണ്ട്. ഇങ്ങനെ ഈ ഫോഴ്സ് ചെയ്യുന്നതിന് മാത്രം ആക്ച്വലി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സ്പേസ് ശിവാജിക്ക് ഉണ്ടോ? ആക്ച്വലി ഹിസ്റ്റോറിക്കലി ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. കാരണം സത്യം പറഞ്ഞാൽ ആ ഒരു വളരെ ഷ്രൂഡ്, വളരെ കേപ്പബിൾ, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു എംപറർ ആയിരുന്നു ഔറംഗസേബ്. ആ ഔറംഗസേബിന്റെ എതിരെ അത്രയും കാലം നിന്നു, കാർവ്ഡ് ഔട്ട് ഹിസ് ഓൺ സ്റ്റേറ്റ്, അത്രയും റെസിസ്റ്റ് ചെയ്യുന്നത്. ഹി വാസ് റിയലി ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് ഹി ഈസ് എ വെരി ലാർജർ ദൻ ലൈഫ് ഫിഗർ. അപ്പോൾ അദ്ദേഹത്തിന് ഹി ഡിസേർവ്സ് ദാറ്റ് കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ അറ്റൻഷൻ. പക്ഷേ ഹീറോസ്, ഇപ്പോൾ തിലകന്റെ റൈറ്റിംഗ്സ് നമ്മൾ നോക്കിയാൽ അദ്ദേഹം ആ ഒരു സന്ദർഭത്തിലാണ് എഴുതുന്നത്. ഹീസ് 1890s റൈറ്റിംഗ്സിലൊക്കെ തിലക് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലേറ്റസ്റ്റ് ബുക്കിനകത്ത് അതൊക്കെ ഉണ്ട്, അവസാനത്തെ ചാപ്റ്റേഴ്സിൽ, അബൌട്ട് ഹൗ ഓൾ നേഷൻസ് നീഡ് ഹീറോസ്. എൻ്റെ തിലക് പറയുന്നത് നമ്മളൊരു ഇന്ത്യൻ നേഷനെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. സോ വി നീഡ് ഹീറോസ് ദാറ്റ് ദ ഹോൾ നേഷൻ ക്യാൻ ലുക്ക് അപ്പ് ടു. അപ്പം തിലകിൻ്റെ സന്ദർഭത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ നമ്മൾ എതിർക്കുന്നു, ഒരു ഇമ്പീരിയൽ ഫോർമേഷനെ നമ്മൾ അണ്ടർ ഡോഗ്സ് ആയിട്ട് എതിർക്കുന്നു. ആൻഡ് ഹീ സെഡ് ദാറ്റ് ഇസ് എസെൻഷ്യലി വാട്ട് ശിവാജി ഓൾസോ ഡിഡ്. മുഗൾസിനെ പോലെ ഒരു വളരെ പവർഫുള്ളായ ഒരു എംപയറിനെ അടിയുന്ന ഒന്നുമില്ലാത്ത ഒരാൾ വന്ന് റെസിസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു കിങ്ഡം ഉണ്ടാക്കി. അപ്പോൾ ഒരു ആൻറ്റി ഇമ്പീരിയൽ ആയിട്ടാണ് അതിനെ ഒറിജിനലി പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനകത്തൊരു ആൻറ്റി ഇസ്ലാമിക് ഇതും ഉണ്ട്.
which is that, oh, they were Muslims, we were Hindu. അപ്പോൾ ഇറ്റ്സ് എ കോൺഫ്ലുവൻസ്. നാഷണലിസ്റ്റിക് ഉണ്ട്, പക്ഷെ ഹിന്ദു നാഷണലിസ്റ്റും കൂടെ ചേരുന്ന ഒരു ആർഗ്യുമെൻ്റാണ് തിലക്കിൻ്റെ. ആൻഡ് ഹി ക്രിയേറ്റ്സ് ഫെസ്റ്റിവൽസ്. ഇപ്പം ഗണേഷ് ചതുർത്ഥിയും അതങ്ങനെ വലിയ ആഘോഷമൊന്നും അല്ലായിരുന്നു മഹാരാഷ്ട്രയിൽ. ഇപ്പം അത് വെരി ഒരു സ്ട്രീറ്റിൽ തന്നെ 3-4 പന്തലുകൾ കാണും ഗണേഷ് ചതുർത്ഥിക്ക്. 3-4 ഗ്രൂപ്പ് ആൾക്കാർ വന്ന് വലിയ ആർപ്പാടമായിട്ടൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതും തിലക്കാണ് ഉണ്ടാക്കി വന്നത്. ബിക്കോസ് ഹി ഫെൽറ്റ് ഫെസ്റ്റിവൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ പീപ്പിൾ ടു കം ടുഗെദർ. ജാതിയൊക്കെ ഉള്ള വളരെ സ്പ്ലിറ്റും ഫ്രാഗ്മെൻറ്റഡും ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ജാതിയുടെ കാരണം കൊണ്ട് നമുക്ക് ഈ ജാതിയിലുള്ള ആൾക്ക് മറ്റേ ജാതിയുടെ ആളുടെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, പൂജയ്ക്ക് പോകാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹൗ ഡു യു യുണൈറ്റ് ദീസ് പീപ്പിൾ? പബ്ലിക് ഫെസ്റ്റിവൽസ് വെർ എവറിബഡി ക്യാൻ കം ടുഗെദർ. അപ്പോൾ ഗണപതി പോലെയുള്ള ഡേറ്റീസ് അക്രോസ് കാസ്റ്റ് ലൈൻസ് ആൾക്കാർ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഡേറ്റിയാണ് ഗണപതി. അപ്പോൾ അതുകൊണ്ട് ഗണപതിയെ ചൂസ് ചെയ്ത് ഗണേഷ് ചതുർത്ഥിയെ വലിയൊരു കാര്യമാക്കി. അതുപോലെ ശിവാജിയും ഹി മെയ്ഡ് ഹിം എ നാഷണൽ ഫിഗർ എന്നുള്ള രീതിയിലാണ്. അതിനുവേണ്ടി തിലക് എക്സെട്ര നീഡഡ് ഹീറോസ്. അപ്പം നാഷണൽ ഹീറോസ് ആയിട്ട് ആരെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും? അവിടെ ഹി തോട്ട് ശിവാജി വാസ് എ ബിഗ് ഫിഗർ ആൻഡ് ഇറ്റ്സ് ട്രൂ, ഇറ്റ്സ് വർക്ക്ഡ്. ഇന്ന് ഉത്തർപ്രദേശ് മുതൽ സൗത്ത് ഇന്ത്യ വരെ ദർ ആർ പീപ്പിൾ ഹു ബിലീവ് ഇൻ ദാറ്റ്. സോ ഇറ്റ് വാസ് എ സക്സസ്ഫുൾ അറ്റംപ്റ്റ്. ഈ സാവർക്കർ ഇപ്പോൾ ഓഫ് ലേറ്റ്ലി ഇന്ത്യൻ ചരിത്രത്തിലേക്കൊരു റിട്ടേൺ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വിക്രം സമ്പത്തിനുള്ള എഴുത്തുകാരുടെ ജീവചരിത്രങ്ങൾ വരുന്നു, സിനിമകൾ വരുന്നു. ശരിക്കും ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു റെലവൻസ് ഉള്ള ക്യാരക്ടറാണോ? നമ്മൾ ഇന്നത്തെ കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ ഹിന്ദുത്വ പ്രിവെയിൽ ചെയ്യുന്ന ഒരു കാലമാണ്. ഹിന്ദുത്വ ഇൻ മെനി വേസസ് റീമേക്കിംഗ് ഓൾ ഓഫ് ഇന്ത്യ. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പുറമോട്ട് നോക്കുമ്പം ഈ ഹിന്ദുത്വ അതിൻ്റെ എൻഡ്യൂറിങ് ഫോമിൽ ഡിഫൈൻ ചെയ്ത ആൾ സാവർക്കറാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഹി ഈസ് എ റെലവൻറ്റ് ഹിസ്റ്റോറിക്കൽ ഫിഗർ. ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാർ റെലവൻ്റ് ആയിട്ട് വരുന്നുണ്ട് അക്രോസ് ദ പൊളിറ്റിക്കൽ സ്പെക്ട്രം. അതുപോലെയാണ് സാവർക്കർ വളരെ റെലവൻ്റ് ആണ്. ബിക്കോസ് സാവർക്കറിന് മുമ്പും സാവർക്കർ അല്ല ഹിന്ദുത്വ എന്നുള്ള കോൺസെപ്റ്റ് ആദ്യം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. തിലക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് തിലക് ഇൻ സം വേസ് വാസ് ഹിസ് ഗുരു. തിലക്കും ഹിന്ദുത്വ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. തിലക്കിൻ്റെ മറാഠി ഒറിജിനൽ റൈറ്റിംഗ്സ് ഒക്കെ കളക്റ്റഡ് വർക്ക്സ് നോക്കിയാൽ പല സ്ഥലങ്ങളിലായിട്ട് ഹി ട്രൈസ് ടു ഡിഫൈൻ ഹിന്ദുത്വ. പക്ഷെ തിലക്കിന് പറ്റിയത് ഹി ട്രൈ ടു ഡിഫൈൻ ഹിന്ദുത്വ ഇൻ എ റിലീജിയസ് സെൻസ്. അപ്പോൾ തിലക് പറയുന്നത് യു ഹവ് ടു ബിലീവ് ഇൻ മൾട്ടിപ്പിൾ പാത്സ് ടു ഗോഡ്, യു ഹവ് ടു ബിലീവ് ഇൻ ദ വേദ. അങ്ങനത്തെ റിലീജിയസ് ആയിട്ടുള്ള ഇതിനകത്താണ് തിലക് ഹിന്ദുത്വമായി ഡിഫൈൻ ചെയ്ത് ശ്രമിക്കുന്നത്. ഉദ്ദേശം ഇതാണ്, ഓൾ ഹിന്ദുസ് അക്രോസ് ഇന്ത്യ മസ്റ്റ് ഹാവ് വൺ കോർ ഡെഫിനിഷൻ. കാരണം അവരുടെ ആക്ച്വൽ റിലിജൻ വളരെ ഡൈവേഴ്സ് ആണ്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് ഒരേ ഐഡന്റിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പം തിലക് ഇതാണ് ഒരു ഫോർമുല ഉണ്ടാക്കിയത്. പക്ഷെ ആ ഒരു ഫോർമുല ഡിഡ് നോട്ട് സ്റ്റിക്ക്. കാരണം അതിന് ഹിന്ദുയിസത്തിന് ഉള്ളിൽ തന്നെ കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം വേദങ്ങളെ വർഷിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹിന്ദു സമ്പ്രദായത്തിൽ ചില സമ്പ്രദായങ്ങളുണ്ട് വിച്ച് ഡു നോട്ട് ആക്ച്വലി വാല്യൂ ദ വേദങ്ങൾ. ഷൈവൈറ്റ്സ് ഒക്കെ ചില മിലിറ്റന്റ് ഷൈവൈറ്റ്സ് ഉണ്ട്, അവർക്ക് വേദം പ്രത്യേകിച്ച് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്ന ടെക്സ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ വേദം എന്ന് പറയാൻ പറ്റത്തില്ല. പശു എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ബീഫ് കഴിക്കുന്നവരുമുണ്ട്. ട്രൈബൽ കമ്മ്യൂണിറ്റീസിലൊന്നും അങ്ങനെ പശുവിനെ ഇതില്ല. ആസ് യു ഗോ ഡൗൺ ദ കാസ്റ്റ് ലാഡർ പശുവിനെ അങ്ങനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഇതും കുറയും. അപ്പം ദാറ്റ് ഓൾസോ ഡിഡ് നോട്ട് വർക്ക്. അപ്പം തിലക്കിൻ്റെ ഡെഫിനിഷൻ ഓഫ് ഹിന്ദുത്വ വർക്ക് ചെയ്തില്ല. സാവർക്കറുടെ ഒരു ഹിസ്റ്റോറിക്കൽ റെസണൻസ് ആൻഡ് റെലവൻസ് വരുന്നത് he was able to give Hindutva the definition that has survived for the last 100 years. എന്ന് വെച്ചാൽ forget the religion. He simplified it, saying that you have to have your fatherland as well as your holy land in India. This has to be the land of your ancestors. പക്ഷെ നിങ്ങൾ വേർഷിപ്പ് ചെയ്ത് സേക്രഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സ്ഥലങ്ങളും ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ വരണം. അങ്ങനെ നോക്കുമ്പോൾ ജെയിൻസും ഹിന്ദു ആയിട്ട് വരും, ബുദ്ധിസ്റ്റും ഹിന്ദു ആയിട്ട് വരും, സിഖ്സും ഹിന്ദു ആയിട്ട് വരും. ആകെ പുറത്ത് വെക്കുന്നത് ക്രിസ്ത്യാനിയും മുസ്ലിമിനെയാണ്. ആ ഒരു ഫോർമുല, ഇറ്റ്സ് സിംപ്ലിസിറ്റി വാസ് ദ സോഴ്സ് ഓഫ് ഇറ്റ് സക്സസ്. അത് അത്രയും സിമ്പിൾ ആയതുകൊണ്ട് റിലിജനെ മാറ്റി അതൊരു പൊളിറ്റിക്കൽ ഡെഫിനേഷൻ ആയിട്ടാണ് സാവർക്കർ ചെയ്തത്. ആ ഹിന്ദുത്വമാണ് പിന്നെ ഇത്രയും കാലം സർവൈവ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ ഹീസ് എൻ എക്സ്ട്രീംലി റെലവൻറ്റ് ഫിഗർ. ഇപ്പോൾ ഒരു സൈഡിൽ സാവർക്കറിൻ്റെ ഗ്ലോറിഫിക്കേഷൻ സിനിമയിലും ഒക്കെ എഴുത്തിലൊക്കെ വരുന്നു, മറ്റൊരു സൈഡിൽ നമ്മൾ സാവർക്കറിനെ എഴുത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളുമുണ്ട്. ഫ്രീഡം സ്ട്രഗിൾ ആംഗിളിൽ വാസ് ഹി എ ഫ്രീഡം ഫൈറ്റർ ആഫ്റ്റർ ഓൾ? He was a freedom fighter when he was a young man. Revolutionary phase he was a freedom fighter. ആ കാലത്ത് ഇന്ത്യയിലേക്ക് ബോംബും ഗൺസും ഒക്കെ സ്മഗിൾ ചെയ്യുക, ബോംബ് മാനുവൽ സ്മഗിൾ ചെയ്യുക. ലണ്ടനിൽ വെച്ച് ഒരു അസാസിനേഷൻ്റെ പുറയിൽ സാവർക്കർ ആയിരുന്നു എന്ന് പറയുന്നു. സാവർക്കറിനെ അഡ്മയർ ചെയ്ത ആൾക്കാർ were not just Hindu nationalists. Lots of people admired the young Savarkar കാരണം he was seen as a revolutionary figure. അപ്പോൾ ആ ഫേസിൽ നോക്കിയാൽ he did have contributions to the freedom struggle. ആ പോളറൈസിങ് ഒപ്പീനിയൻ വരുന്നത് പിന്നാണ്. അതായത് ജയിലിൽ പോയി ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഹിന്ദുത്വ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കി വരുന്ന കാലം മുതലാണ് പോളറൈസ് ആവുന്നത്. ബിക്കോസ് ഹി ഓൾസോ വെന്റ് അഗേൻസ്റ്റ് ഗാന്ധി. അവിടെ മുതലാണ് ദ ക്വസ്റ്റ്യൻ അറൈസസ് ആസ് ടു വെദർ ഹി വാസ് എ ഫ്രീഡം ഫൈറ്റർ ഓർ വെദർ ഹി വാസ് എ ഹിന്ദു കൺസോളിഡേഷനിസ്റ്റ്. കാരണം അദ്ദേഹത്തിന്റെ ഫോക്കസ് ഐ തിങ്ക് വാസ്
ഹിന്ദു കൺസോളിഡേഷനിസം, അത് നോട്ട് നെസസറിലി ആന്റി ബ്രിട്ടീഷ്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ നടക്കുന്ന കാലത്ത് ഗാന്ധിയും കോൺഗ്രസിന്റെ ലീഡർഷിപ്പൊക്കെ ജയിലിലായിരുന്ന സമയത്ത് വൈസ്രോയ് റീച്ച്ഡ് ഔട്ട് ടു സാവർക്കർ ആൻഡ് സാവർക്കർ സ്പോക്ക് ടു ദ വൈസ്രോയ്. ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് ജയിലിലിട്ട ആളാണ്, പക്ഷേ ഹി വാസ് ഹാപ്പി ടു ഡീൽ വിത്ത് ദ ബ്രിട്ടീഷ് അതോറിറ്റീസ്, കാരണം എനിക്കൊരു പൊളിറ്റിക്കൽ പ്ലാങ്ക് കിട്ടും എന്നുള്ള ഒരു ഇതിനകത്ത്. സോ അതൊക്കെ കോൺട്രവേഴ്ഷ്യലാണ്. സാവർക്കറെ വളർത്തിയതിൽ ബ്രിട്ടീഷുകാർക്ക് പങ്കുണ്ടോ? ഉണ്ട്, ഓഫ് കോഴ്സ്. ആ ഒരു കാലത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം ബ്രിട്ടീഷുകാരും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് ദേ നീഡിഡ് ഇന്ത്യൻ അലൈസ്. അവരുടെ ഒരു പ്ലാനിനെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദേ നീഡിഡ് ഇന്ത്യൻ പീപ്പിൾ ടു സപ്പോർട്ട് ദം. അപ്പോൾ ഗാന്ധിയും കോൺഗ്രസും മെയിൻ സ്ട്രീം നാഷണലിസം സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരൊക്കെ ജയിലിലാക്കി. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ തപ്പിയപ്പം ഹിന്ദു മഹാസഭയുടെ ലീഡർ ആയിരുന്ന സാവർക്കറിനെ ഹി വാസ് വില്ലിംഗ് ടു ഫ്ലേർട്ട് വിത്ത് ദം. അപ്പോൾ അതൊക്കെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും കൂടെ ആണ്. It doesn't erase the fact that he was a revolutionary once, but it complicates our understanding of Savarkar. അപ്പോൾ സാവർക്കറിനെ ഒരു ഫ്രീഡം ഫൈറ്റ് എന്ന് മാത്രം കാണിച്ച് ഇതിനെ ഇറേസ് ചെയ്യുന്നതും തെറ്റാണ്. പക്ഷെ ഇത് മാത്രമെന്ന് പറഞ്ഞാൽ അതിനെയും പുച്ഛമായിട്ട് കാണുന്നതും തെറ്റാണ്. ഹി വാസ് എ കോംപ്ലെക്സ് ഫിഗർ, വെരി പോളറൈസിങ് കോൺട്രവേഴ്ഷ്യൽ ഫിഗർ, എസ്പെഷ്യലി 1940s എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകത്തിലുണ്ട് അത് അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ. ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് വന്ന ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, വാട്ട് വുഡ് ബി ദ സ്റ്റേറ്റസ് ഓഫ് മുസ്ലിംസ് ഇൻ ദിസ് കൺട്രി, And he actually said in that interview, I think, the status of blacks in America. അതിനെ എങ്ങനെയാണ് വെള്ള പൂശുന്നത്? ഇറ്റ് ഈസ് ഓൺ ദ റെക്കോർഡ്. അയാൾ പറഞ്ഞൊരു ഒപ്പീനിയനാണ്. ദാറ്റ് ഒപ്പീനിയൻ ഡിഡ് നോട്ട് ഏജ് വെൽ. ദാറ്റ് ഈസ് ഓൾസോ റിയാലിറ്റി വി ഹാവ് ടു ഗ്രാപ്പിൾ വിത്ത്. പക്ഷേ ഒരാളുടെ റെക്കോർഡ് നോക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ പേഴ്സൺസ് ലെഗസി. അപ്പോൾ സാവർക്കറിനെ നമ്മൾ ഒരു അനലൈസ് ചെയ്യുമ്പം എല്ലാം വെച്ച് നോക്കുമ്പം there are certain shades that are very uncomfortable. എൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പം സാവർക്കറിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അയാളെ പഠിക്കാൻ പാടുന്നില്ല. ഇപ്പം ജർമ്മനിയിൽ പോയാൽ people know what Hitler did there, but they study Hitler and they acknowledge that history and they come to terms with that history. അതാണ് അവരുടെ ഒരു വേ ഓഫ് റെക്കൺസൈലിംഗ് വിത്ത് ഇറ്റ്. ഇന്നിപ്പം യു മേ നോട്ട് ലൈക്ക് ഹിന്ദുത്വ, പക്ഷെ ഹിന്ദുത്വ ഏറ്റവും ആർട്ടിക്കുലേറ്റ് രീതിയിൽ പ്രസന്റ് ചെയ്ത് ഒരു എൻഡ്യൂറിംഗ് ഫോമിലാക്കിയത് സാവർക്കറാണ്. സോ യു കാൺട്ട്, ഈവൻ ഇഫ് യു ഹേറ്റ് ഹിന്ദുത്വ, ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് യു ടു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് സാവർക്കർ. അപ്പോൾ സാവർക്കറിനെ അങ്ങനെ ഇഗ്നോർ ചെയ്തോ ഇത് പഠിക്കാനേ കൊള്ളില്ല എന്ന് പറയുന്നതും തെറ്റാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹിം, ടു അണ്ടർസ്റ്റാൻഡ് ആ പ്രസന്റ്. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹിം, ഇന്നത്തെ സന്ദർഭം നമുക്ക് മനസ്സിലാകത്തില്ല. സോ സാവർക്കർ ഇസ് എ വാലിഡ് സബ്ജക്ട് ഫോർ സ്റ്റഡി ആൻഡ് റീസെർച്ച്. ഇപ്പം പറ്റുന്നത് ഒരു കൈൻഡ് ഓഫ് ഗ്ലോറിഫിക്കേഷൻ ആണ്. ദാറ്റ്സ് ഹാപ്പൻഡ് ഓവർ ദ ലാസ്റ്റ് 20 odd years. 2003 4 എന്തോ ആണ് സാവർക്കറുടെ പടം പാർലമെന്റിൽ കയറുന്നത്. അപ്പം അന്ന് മുതലേ ഹി ഹസ് സ്ലോലി ബീൻ ഇൻക്രീസിങ് ഹിസ് പ്രസൻസ് ഇൻ പബ്ലിക് കോൺഷ്യസ്നസ് ആൻഡ് ദാറ്റ് ഈസ് എ റിയാലിറ്റി വി ഹാവ് ടു ഡീൽ വിത്ത്. അപ്പം അതിനകത്ത് സാവർക്കർ മോശമായിരുന്നു അല്ലെങ്കിൽ പോളറൈസിങ് ആണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് കാലത്ത് മൊണാർക്കി ആയിരുന്നു ഇവിടുത്തെ റൂൾ. അതിൽ ഒരു കുറച്ച് ആളുകളുടെ കയ്യിൽ അധികാരം കേന്ദ്രീകരിച്ചിരുന്നു, ബാക്കി എല്ലാവരും സബ്ജക്ട്സ് ആയിരുന്നു. അവരെങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നില്ല. അത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്ന, അതായത് രാജവംശത്തിലെയാണ്, ഞാൻ തമ്പുരാട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ തമ്പുരാനാണെന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതൊരു അശ്ലീലമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ. ഫസ്റ്റ്ലി അത് ഇറെലവൻ്റ് ആണ്. അത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് who believe in all of that. ഇപ്പോഴും കുനിഞ്ഞു നിന്ന് ഈ തിരുമേനി തമ്പുരാൻ തിരുമനസ് എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റമും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഫ്രീ ചോയ്സ് ഓർ വാട്ട് എവർ. ക്വസ്റ്റ്യൻ ഇസ് സ്റ്റേറ്റിന്റെ മുന്നിൽ ഇസ് ദർ ഗോയിങ് ടു ബി എനി ഡിഫറൻസ്? ലീഗലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോഴും കേരളത്തിൽ പ്രിൻസസ് ഉണ്ട്, ലീഗലി സ്പീക്കിംഗ്. കാരണം ഇപ്പോഴും കോഴിക്കോട്ടെ സാമൂതിരിക്ക് ഗവൺമെന്റ് അലവൻസ് കിട്ടും. സാമൂതിരി കോലത്തുള്ള എല്ലാ അംഗങ്ങൾക്കും അലവൻസ് കിട്ടും. 3000 രൂപയാണെന്ന് തോന്നുന്നു ഇപ്പം കിട്ടുന്നത് ഓരോ മാസവും. അത് ഇപ്പോഴും കിട്ടും. കാരണം അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1805 എന്തോ ഒപ്പിട്ട കരാറിന്റെ ഇറ്റ് ഇസ് സ്റ്റിൽ ഓണേർഡ് ബൈ ദ കേരള ഗവൺമെന്റ്. തമിഴ്നാട്ടിൽ പോയ പ്രിൻസ് ഓഫ് ആർക്കോട്ട് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ഇപ്പോഴും ഉണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ് ക്യാബിനറ്റ് മിനിസ്റ്ററുടെ റാങ്കോ എന്തോ ആ വ്യക്തിക്ക് ഇന്നും കിട്ടും. കാരണം അതൊക്കെ ഓൾഡ് അഗ്രിമെന്റ്സ് ആണ്. അപ്പം ലീഗലി ദർ ആർ സ്റ്റിൽ എ ഫ്യൂ പ്രിൻസസ് ഫ്ലോട്ടിംഗ് അറൗണ്ട്. പക്ഷേ ഐ തിങ്ക് കൾച്ചറലി ഇതെല്ലാം കൾച്ചറൽ ക്വസ്റ്റ്യൻസ് ആണ്. കൾച്ചറലി ഡു വി എൻകറേജ് ഇറ്റ് ഓർ നോട്ട്? അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇപ്പം ഞാനെപ്പോഴും പറയുന്നത് ട്രാവൻകോ ഫാമിലി എന്നാണ്. ബിക്കോസ് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ട്രാവൻകോ എക്സ് റോയൽ ഫാമിലി എന്ന് പറയാം. ഇൻഫോർമലി ആണെങ്കിൽ ചിലപ്പോൾ റോയൽ ഫാമിലി എന്ന് പറയും. പക്ഷേ ഇഫ് ഐ എം റൈറ്റിംഗ് ഐ യൂഷ്വലി സേ ട്രാവൻകോ ഫാമിലി. ആ ഒരു കോണ്ടെക്സ്റ്റ് ഏതെങ്കിലും വന്നെങ്കിൽ യു മേ സേ ട്രാവൻകോ റോയൽ ഫാമിലി. എൻ്റെ ഐവറി ത്രോൺ വായിച്ച 1947 വരെയുള്ള ആൾക്കാർ, ഇപ്പം സേതുലക്ഷ്മിയുടെ ഒരു ഗ്രാൻഡ് ഡോട്ടറുണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട്, ലളിതാംബാബായ്, ഇന്ദിരാബായ്. പ്രിൻസസ് ലളിത, പ്രിൻസസ് ഇന്ദിര എന്നാണ് 1947 വരെ വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിൽ വൺസ് ഇറ്റ്സ് ആഫ്റ്റർ 47 ഇറ്റ്സ് ജസ്റ്റ് ലളിത ആൻഡ് ഇന്ദിര. ആ പ്രിൻസസ് എന്നുള്ള ടാഗ് പുസ്തകത്തിലില്ല. സോ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു അപ്രോച്ച് ദീസ് തിങ്സ്. ഇപ്പം കവടിയാറിലിരിക്കുന്ന ഇപ്പോഴത്തെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ബാംഗ്ലൂരിലിരിക്കുന്ന 3-4 വ്യക്തികളുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും കേരള സർക്കാരിൽ നിന്ന് അലവൻസ് കിട്ടും പ്രിൻസസ് ആയിട്ട്. സോ ഇൻ ദാറ്റ് സെൻസ് ലീഗലി ഐ സപ്പോസ് ദേ ആർ സ്റ്റിൽ പ്രിൻസസസ്. കാരണം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അലവൻസ് പോകുമ്പോഴും പ്രിൻസസ് ഓഫ് ട്രാവൻകൂറിനാണ് ആ അലവൻസ് ഇപ്പോഴും പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് ചരിത്രം വായിക്കാനോ പഠിക്കാനോ ഒന്നും താല്പര്യം വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പം അല്ല, സത്യമല്ല.
ഞങ്ങളുടെ അതിന് ബുക്ക് സെയിൽസ് ഒക്കെ നോക്കിയാൽ ചരിത്രത്തിന് വളരെ ബൂമുള്ള സമയമാണ് ഇപ്പോൾ. Which are the 3 books which you suggest to anyone who is new to history, Indian history? ഡിപ്പെൻസ് ഓൺ വാട്ട് ടൈപ്പ്. കാരണം എനിക്കിപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് ക്രിട്ടിക്കലായിട്ട് ഓരോ സബ്ജക്ട്സിനെ അനലൈസ് ചെയ്യുന്നത് മീരാനന്ദ എന്ന് പറഞ്ഞൊരു, അവർ ഐസർലാൻഡ് പഠിപ്പിക്കുന്നത്, ഇപ്പം വിട്ടു. അവർ പ്രോഫിറ്റ്സ് ഫേസിങ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരുന്നു. ഇറ്റ്സ് നോട്ട് റിയലി ഹിസ്റ്ററി, പക്ഷെ എങ്ങനെ നമ്മൾ ഒരു ക്രിട്ടിക്കൽ ലെൻസ് സൊസൈറ്റിയിലേക്ക് വെച്ച് ഹൗ ഡു യു റീഡ് അഗേൻസ്റ്റ് ദ ഗ്രെയിൻ. ഈ പറഞ്ഞ പോലെ എഴുതി വെച്ച കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ഹൗ ഡു യു റീഡ് അഗേൻസ്റ്റ് ദ ഗ്രെയിൻ, ഹൗ ഡു യു അനലൈസ് ഇറ്റ് ക്രിട്ടിക്കലി, അത് സത്യമായിട്ട് ഒരു 18 വയസ്സൊക്കെ ഉള്ള കാലത്ത് അതിൻ്റെ ഒരു ഇനിഷ്യൽ ഒരു ഫോർമേഷൻ എൻ്റെ തലയിൽ വന്നത് മീരാനന്ദയുടെ പുസ്തകം വായിച്ചുകൊണ്ടാണ്. പിന്നെ അനദർ ഇൻഫ്ലുവൻസ് വാസ് ശശി തരൂരുടെ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. അദ്ദേഹത്തിൻ്റെ ഐ തിങ്ക് ദ ഫൈനസ്റ്റ് വർക്ക് ഓഫ് ഫിക്ഷൻ ദാറ്റ് ഹീസ് ഡൺ ഇസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. കാരണം അതിനകത്ത് ബേസിക്കലി മഹാഭാരതത്തിൻ്റെ കഥയെടുത്ത് ഒരു സറ്റിറിക്കൽ രീതിയിൽ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തെ പോളിറ്റിക്സിനെയും കൂടെ മേർജ് ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ ഒരു ഇറവറൻസ് ഐ വാല്യൂ. കാരണം നമ്മളൊരു വളരെ ഹിപ്പോക്രിറ്റിക്കൽ സൊസൈറ്റിയാണ്. എല്ലാവരും ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വൃത്തികെട്ട ശീലമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലോ, എല്ലാവരും മനുഷ്യരാണ്. അപ്പം യു ഷുഡ് നെവർ കുനിഞ്ഞ് നിന്ന് അയ്യോ എന്ന് പറയേണ്ട കാര്യം ഇല്ല. Everybody is human. You can respect them without being servile. You can respect and admire people without being subservient. അതാണ് ഒരു ബേസിക് മെൻറ്റാലിറ്റി. അപ്പോൾ ഇറവറൻ്റ് ആയിട്ടുള്ള എഴുത്ത് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഐ ലൈക്ക് ദാറ്റ് സ്ലൈറ്റ് ഒരു മിസ്chievous എലിമെൻറ്റ് വരുന്നത് ഐ തിങ്ക് മാറ്റേഴ്സ് ടു മീ. പിന്നെ ഞാൻ എല്ലാവരും പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത് ഹിസ്റ്ററി അല്ല, പക്ഷേ ബെന്യാമിൻ്റെ ഗുഡ് ഡേയ്സ്. ബിക്കോസ് ഐ തിങ്ക് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇൻ മെനി വേസ്, ഹിസ്റ്ററിയും അൾട്ടിമേറ്റ്ലി എന്താണ്, ഇറ്റ് ഈസ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. റെക്കോർഡ്സ് എന്തൊക്കെ നമ്മൾ നോക്കിയാലും അൾട്ടിമേറ്റ്ലി ഒരു സൊസൈറ്റിയുടെ കഥയാണ് ഇതിനകത്തൊക്കെ വരുന്നത്. ആൻഡ് സൊസൈറ്റീസ് ആർ മെയ്ഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. സോ ഐ തിങ്ക് ഹ്യൂമൻ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എ ലോട്ട്. അതും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, വിച്ച് ഇസ് ദറ്റ് ഹിസ്റ്ററി എഴുതുമ്പോൾ നമ്മൾ വളരെ ഒരു ക്രിസ്പായിട്ട് ഈ രീതി വേണം എഴുതാൻ. പക്ഷെ അങ്ങനല്ല. ദ വേൾഡ് ഡസ് നോട്ട് എൻഗേജ് വിത്ത് ഹിസ്റ്ററി ലൈക്ക് ദാറ്റ്. ഹിസ്റ്ററിക്ക് ഒരു ഇമോഷണൽ ടെക്സ്ചർ ഉണ്ട്. ദാറ്റ് കംസ് ഫ്രം ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഫ്രം ദ ഹ്യൂമൻ സൈഡ് ഓഫ് തിങ്സ്. അങ്ങനത്തെ കാര്യങ്ങൾ ഓൾസോ ഐ ഫൈൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്, ദാറ്റ് ഹ്യൂമൻ സൈഡ് ഓഫ് തിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഡൈനാമിക്സും നമുക്ക് ചിലപ്പോൾ ഫിക്ഷനിൽ കൂടാണ് കിട്ടുന്നത്. കേരളത്തിലെ ആൾക്കാർ ഫോർ ജനറേഷൻസ് നൗ ഹാവ് ബീൻ ഗോയിങ് അബ്രോഡ് ടു വർക്ക്. കേരള സ്റ്റോറി ഈസ് നൗ ലിങ്ക്ഡ് ഇൻ ദ 20th and 21st century ടു ദ ഗൾഫ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഭാവിയിൽ ഈ ചരിത്രം എഴുതുമ്പം അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും മാത്രമല്ല ആൾക്കാർ നോക്കാൻ വന്നത്. ബെന്യാമിൻ്റെ പുസ്തകം വായിക്കും. ബിക്കോസ് ദാറ്റ് പുസ്തകം ഓൾസോ എൻക്യാപ്സുലേറ്റ്സ് ദിസ് മൊമെന്റ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ. അപ്പോൾ ആ വർക്ക് ഓഫ് ഫിക്ഷൻ ഹാസ് ഹിസ്റ്റോറിക്കൽ വാല്യൂ. ആളുകൾക്ക് പൊതുവെ അറിയാൻ താല്പര്യം ഉണ്ടാകുന്നൊരു കാര്യമായിരിക്കും. ഈ മനു എന്ന എഴുത്തുകാരൻ എഴുതുന്ന കാലം ഉണ്ടാവും, എഴുതാത്ത കാലം ഉണ്ടാവും. ഒരു വർഷം മനു എങ്ങനെ ചെലവിടുന്നു വിവിധ മാസങ്ങളിലായിട്ട്? ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുത്ത് കാണും. കാരണം ഇപ്പോൾ ഒരു ബുക്ക് പ്രോജക്റ്റ് ഇല്ലെങ്കിൽ എൻ്റെ ഒരു മന്ത്ലി കോളം ഉണ്ട് ഒരു ന്യൂസ് പേപ്പറിൽ, മിനിറ്റിൽ. അപ്പോൾ അതിൻ്റേതായ എഴുത്ത് കാണും. പിന്നെ ഒരുപാട് ഈ പ്രസംഗിക്കാൻ വിളിക്കും, അതിനൊക്കെ പോകണം. ലെക്ചേഴ്സ് കാണും, അത് കാണും. അപ്പോൾ അതിൻ്റെ യാത്രകൾ കാണും. പിന്നെ ഒരുപാട് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. ദർ ഇസ് ഓൾവേസ് സംതിങ് ഓർ ദി അതർ ദാറ്റ് ഐ എം വർക്കിംഗ് ഓൺ. ഏത് പുസ്തകം വായിച്ചാലും നോട്ട്സ് എഴുതി ഒരു വേർഡ് ഡോക്യുമെൻറ്റിലാക്കി നീക്കി വെക്കും. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഇത് ഉപയോഗത്തിന് വരുന്നതെന്ന്. സോ എപ്പോഴും വായിക്കും, റീസർച്ച് ചെയ്യും, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കും. ഒരു ഡെയിലി റൂട്ടീൻ എങ്ങനെയാണ്? ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ 8-8:30 ആകുമ്പോഴേക്കും എൻ്റെ ഓഫീസിൽ പോകും. അവിടെ അപ്പോൾ എല്ലാവരും ഓഫീസിൽ പോകുന്നില്ല, ഞാനും ഓഫീസിൽ പോകും. ഓഫീസിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 12:45 വരെ അവിടെ ഒരു സ്ട്രെച്ച് ഓഫ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കും, ജിമ്മിൽ പോകും, കഴിക്കും, ആ കുളി ജിം അതെല്ലാം ചെയ്ത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മണിയാകുമ്പോൾ പിന്നെ ഇരിക്കും. 7:30 വരെ വേറെ ഒരു സ്ട്രെച്ച് ഓഫ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് നോർമലി അതിൻ്റെ സിസ്റ്റം. പിന്നെ 7:30 കഴിഞ്ഞാൽ ജോലിയൊന്നും ചെയ്യത്തില്ല, വായിക്കും. കിടക്കുന്നതിന് മുമ്പ് ഒരു 1 hour വായിക്കും. പക്ഷേ അത്രേ ഉള്ളൂ. ഞങ്ങൾ കേട്ടിട്ടുള്ള പൂനെയിൽ പോയി ഒളിച്ചിരിക്കും, ഒരു പുസ്തകം എഴുതും, വീണ്ടും കൊച്ചി ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്യും, വീണ്ടും തിരിച്ചു പോയി പൂനെയിൽ ഒളിച്ചിരിക്കും എന്നാണ്. ചിലപ്പോൾ നാട്ടിൽ ഒളിച്ചിരിക്കും. എനിക്ക് ഞങ്ങളുടെ ആൻസെസ്ട്രൽ വില്ലേജിൽ ഒരു വീടുണ്ട്, അവിടെയും പോയി ഒളിച്ചിരിക്കാറുണ്ട്. യു ലൈക്ക് ടു ബി ഒരു ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ഒരു അന്തർമുഖനാണോ? ഇൻട്രോവേർട്ട് അല്ല, പക്ഷേ അഗൈൻ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് നമ്മൾ എന്തിനാണ് ഈ പബ്ലിക്കിന് മുമ്പിൽ പോകുന്നത്. ഇപ്പോൾ ഒരു ഫെസ്റ്റിവലിലൊക്കെ വിളിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പുസ്തകം പുതിയതായിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ് ഫോർ മീ ടു ഗോ. ചുമ്മാ പോയി ഇരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വേറെ ഒരാളുടെ സ്ഥാനം എടുക്കുവാണ്. ദാറ്റ് കുഡ് ഗോ ടു അനദർ ഓത്തർ ഹൂസ് റിട്ടൺ എ ബുക്ക്. ഞാൻ പറഞ്ഞില്ലയോ 50 സ്ലോട്ട്സേ കാണത്തുള്ളൂ ഒരു ഫെസ്റ്റിവലിൽ. അപ്പം പുതിയ എഴുത്തുകാരും ഉണ്ട്. അപ്പം ദെൻ ഇഫ് ദേ അബ്സല്യൂട്ട്ലി ഇൻസിസ്റ്റ് ഐ സേ ഓക്കെ ഐ കം ആസ് എ മോഡറേറ്റർ. ഞാൻ വന്ന് ഈ ഫസ്റ്റ് ടൈം റൈറ്റേഴ്സിൻ്റെ കൂടെ ഇൻ കോൺവെർസേഷൻ. ഇപ്പം ലാസ്റ്റ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു, പക്ഷേ ഓൾസോ മോഡറേറ്റഡ് 2 or 3 other സെഷൻസ്. കാരണം അവരും പുതിയ പുസ്തകങ്ങൾ എഴുതിയ ഒരു പയ്യനാണ് ഒരുത്തൻ, വിശാൽ വസന്ത് കുമാർ എന്ന് പറഞ്ഞു. ഹി റോട്ട് എ ബുക്ക് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹി വാസ് വെരി വറീഡ്. എന്നെ ആർക്കും അറിഞ്ഞൂടെ, ആരും വരത്തില്ല. സോ ഐ സെഡ് ലുക്ക്, ഇമോഡസ്റ്റ് ആയിട്ട് തോന്നും, പക്ഷേ ഐ ഹാവ് എൻ ഓഡിയൻസ്. So if I am in conversation with you, audience will come, but they'll be listening to you. I'm only asking the questions. അപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ സോ ലോങ് as എനിക്കങ്ങനെ സ്പേസ് ഹോഗ് ചെയ്യണമെന്നില്ല. മാത്രമല്ല
പുസ്തകത്തിൻ്റെയും ഹിസ്റ്ററിയുടെ ഒക്കെ കാര്യമാണെങ്കിൽ ഐ വിൽ കം ഇൻ ഫ്രണ്ട് ആൻഡ് ടോക്ക്. ബാക്കി സമയം ഐ ഹാവ് മൈ പ്രൈവറ്റ് ലൈഫ്, ഐ ഹാവ് മൈ ഓൺ വേൾഡ് ടു ഓക്യുപ്പൈ. That's a different space altogether.